നമസ്തേ, പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ പരസ്യമായി പിന്തുണച്ച CPM. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളെ വധിച്ച സൈനിക നടപടി അപലപിച്ച CPM. ഭീകരരുമായി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് പോളിറ്റ് ബ്യൂറോ. പാകിസ്ഥാന് വീണ്ടും ചൈനീസ് സഹായം. സൈന്യത്തിന് ഉപഗ്രഹ സഹായം ഉറപ്പാക്കാൻ ധാരണ. തീരുമാനം ഭാരതത്തിൽ നിന്ന് കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിനു പിന്നാലെ. ഭരണ പ്രതിസന്ധിയിൽ ബംഗ്ലാദേശ്. മുഹമ്മദ് യൂനിസ് രാജ്യസന്നദ്ധത അറിയിച്ചെന്ന റിപ്പോർട്ട്. തീരുമാനം ആഭ്യന്തര പ്രക്ഷോഭങ്ങളെയും സൈനിക മേധാവിയുടെ അന്ത്യശാസനത്തെയും തുടർന്ന്. മൂന്ന് വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ അമ്മയെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. പീഡന വിവരത്തിൽ കൂടുതൽ വ്യക്തത തേടും. പീഡിപ്പിച്ച പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. സംസ്ഥാനത്ത് കുട്ടികൾ സുരക്ഷിതരല്ല. അക്രമങ്ങളിൽ വൻ വർധന. 3 വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്തത് 12,395 കേസുകൾ. ഔദ്യോഗിക രേഖകളിൽ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ. ജനം ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. ഇന്ന് 12 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. കാലവർഷം 2 ദിവസത്തിനകം കേരള തീരം തൊടും. ശബരിമലയിൽ തീർത്ഥാടക മരിച്ചതിൽ നടപടി. വൈദ്യുതി സുരക്ഷാ ഓഡിറ്റ് നടത്താൻ ദേവസ്വം ബോർഡ്. മരിച്ച തീർത്ഥാടകയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. വിശദമായ വാർത്തകളിലേക്ക്. കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ പരസ്യമായി പിന്തുണച്ച് CPM. ഛത്തീസ്ഗഡിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ച സൈനിക നടപടിയെ CPM അപലപിച്ചു. കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. എന്തായാലും കമ്മ്യൂണിസ്റ്റ് ഭീകരതയാണ് CPM ഇത്തരത്തിൽ പരസ്യമായി പിന്തുണച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ച സൈനിക നടപടിയെ CPM അപലപിക്കുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഭീകരത, മാവോയിസ്റ്റ് ഭീകരത തുടച്ചു നീക്കും എന്നുള്ളത് കേന്ദ്ര സർക്കാർ നയമാണ്. അതനുസരിച്ചാണ് വടക്ക് കിഴക്കൻ മേഖലകളിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടുള്ള തുടർ പ്രവർത്തനം നടത്തുന്നത്. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലുള്ള സൈനിക നടപടികളെ CPM അപലപിക്കുകയാണ്. എന്തായാലും കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം എന്നുള്ളൊരു ആവശ്യം കൂടി CPM പോളിറ്റ് ബ്യൂറോ മുന്നോട്ട് വയ്ക്കുകയാണ്. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, നമ്മുടെ ആഭ്യന്തര ഭീഷണിയായിട്ടുള്ള അല്ലെങ്കിൽ ആഭ്യന്തര സുരക്ഷയ്ക്ക് വെല്ലുവിളിയായി ഉയർന്നു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരതകളിലൊന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരതയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൻ്റെ മാത്രം നിലപാടല്ല. ഇതിന് തൊട്ട് മുൻപ് അധികാരത്തിലിരുന്ന മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തന്നെ പറഞ്ഞത് ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻറ്റേർണൽ ത്രെട്ട് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദമാണ്. മാവോയിസ്റ്റുകളും അതോടൊപ്പം തന്നെ നക്സലുകളും ഒക്കെ നടത്തുന്ന ഭീകരതയാണ്
എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരാണെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ അടുത്ത വർഷം മാർച്ച് മാസത്തോടു കൂടി പൂർണ്ണമായി നമ്മുടെ രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യും എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രത്യേക ഓപ്പറേഷനുകൾ ഛത്തീസ്ഗഡും ജാർഖണ്ഡും മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശും തെലങ്കാനയും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ നക്സലുകൾക്കും മാവോയിസ്റ്റുകൾക്കും സ്വാധീനമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം വലിയൊരു ഓപ്പറേഷൻ ഛത്തീസ്ഗഡിലെ ബസ്തറിൽ നടത്തുകയും ഇപ്പോഴത്തെ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകര പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നെടുന്തൂണായി നിൽക്കുന്ന CPIM മാവോയിസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള, അതായത് ആ സംഘടനയുടെ ഏറ്റവും തലവനായിട്ടുള്ള ബസവരാജു എന്ന കൊടും ഭീകരനെ കഴിഞ്ഞ ദിവസം സൈനിക നടപടിയിലൂടെ വധിക്കുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലം 1980-കൾ മുതൽ തന്നെ ഈ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളൊക്കെ വഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. നിലവിൽ CPI മാവോയിസ്റ്റിനെ നയിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ ജനറൽ സെക്രട്ടറിയെ തന്നെ വധിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വലിയൊരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയം എന്നത് ഇതിനെ വിമർശിച്ചുകൊണ്ട്, ഈ സൈനിക നീക്കത്തെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ CPIM രംഗത്തെത്തിയിരിക്കുകയാണ്. CPIMൻ്റെ പോളിറ്റ് ബ്യൂറോയുടെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് അപലപനീയം എന്നതാണ്. ബസവരാജു ഉൾപ്പെടെ 27ഓളം മാവോയിസ്റ്റുകളെ വധിച്ചത് തെറ്റായ സമീപനമാണ്, അല്ലെങ്കിൽ അത് അപലപനീയം എന്ന വലിയ ഹെഡിങ്ങോടുകൂടിയുള്ള പ്രസ്താവനയാണ്, പത്രക്കുറിപ്പാണ് CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ പുറത്തിറക്കിയിരിക്കുന്നത്. മാത്രമല്ല CPIM ഇതിനകത്ത് ആവശ്യപ്പെടുന്നത് ഈ ഭീകരരുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തണം എന്നുള്ളതാണ്. അതായത് ഈ ചർച്ചയിലൂടെ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്നും അതിനാൽ മാവോയിസ്റ്റുകളുമായും അതോടൊപ്പം തന്നെ നക്സലുകളുമായിട്ടും ചർച്ച നടത്തുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം എന്നതാണ് CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം സമീപനങ്ങൾ മുൻപും CPIM പലതവണ എടുത്തിട്ടുള്ളതാണ്. പക്ഷേ നിലവിൽ രാജ്യത്തെ സാഹചര്യം എന്നത് അതിനെ പൂർണ്ണമായിട്ട് തന്നെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ പ്രത്യേക ഓപ്പറേഷനുകൾ കേന്ദ്രവും അതാത് സംസ്ഥാന സർക്കാരുകളും ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരം ഓപ്പറേഷൻ അതിൻ്റെ വിജയങ്ങളിലേക്ക് എത്തുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ CPIM മാവോയിസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബസവരാജുവിനെ ഉൾപ്പെടെ വധിക്കുവാൻ പറ്റുന്നതും. അത് മാത്രമല്ല ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഒക്കെ പല ഗ്രാമങ്ങളിൽ മാവോയിസ്റ്റ് നക്സൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്ന ഭീകരർ ആയുധം വെച്ച് കീഴടങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് ഈ ശക്തമായ രീതിയിലുള്ള ഓപ്പറേഷനുകൾ നടക്കുന്നത് കൊണ്ടും മറുഭാഗത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊണ്ടുമാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ കൊടും ഭീകരന്മാരുമായി ചർച്ചയാണ് നടത്തേണ്ടത് എന്ന ഒരു വിചിത്രവാദവുമായി, അല്ലെങ്കിൽ പൊതുവെ ജനാധിപത്യ സമൂഹത്തിനിടയിൽ ഉയരാത്ത രീതിയിലുള്ള ഇത്തരം വിചിത്രവാദഗതികളുമായി ഇപ്പോൾ CPIM രംഗത്തെത്തിയിരിക്കുന്നത്. രോഹിണി. അതെ, ശരി. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം തിരുവാങ്കുളത്ത് 3 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതിക്കായി പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. കുട്ടിയുടെ അടുത്ത ബന്ധുവായ പ്രതി 1.5 വർഷമായി കുട്ടിയെ പീഡിപ്പിച്ചിരുന്നതായാണ് കണ്ടെത്തൽ. ഇന്നലെ പ്രതിയെ കോലഞ്ചേരി മാജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. കുട്ടിയെ പുഴയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ അമ്മയുമായി തെളിവെടുപ്പും നടത്തും. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, എറണാകുളം തിരുവാങ്കുളത്ത് 3 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതിക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. അതോടൊപ്പം അമ്മയോടൊപ്പം തെളിവെടുപ്പും ഇന്ന് നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ. രോഹിണി, ഈ കുട്ടിയുടെ മരണവും അതോടൊപ്പം തന്നെ കുട്ടി പീഡനത്തിന് ഇരയായതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഇതിൻ്റെ അന്വേഷണം നടത്തുന്നത്. അതിന് ആലുവ ഡിവൈഎസ്പിയും പുത്തൻകുരിശ് ഡിവൈഎസ്പിയും നേതൃത്വം നൽകുന്നു. ഇന്നലെ നമുക്കറിയാം കുട്ടിയുടെ ഇളയച്ചനെയാണ് ഈ പീഡനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തതും അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതും. അതിക്രൂരമായ പീഡനമാണ് നടത്തിയതെന്നത് ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു. 1.5 വർഷത്തോളം പ്രകൃതിവിരുദ്ധ പീഡനമടക്കം ഈ കുട്ടിയെ ഇരയാക്കി ാക്കിയിരുന്നു. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ആണോ കൊലപാതകമെന്ന ഒരു സംശയമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങിയ ഈ കുട്ടിയെ കൊന്ന കുട്ടിയുടെ അമ്മയെ ചോദ്യം ചെയ്തെങ്കിലും ഇതുവരെയും കുട്ടിയുടെ അമ്മ ഈ പീഡന വിവരം അറിഞ്ഞിരുന്നില്ല എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തോടുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് പ്രേരണയായതെന്നാണ് അമ്മ പറയുന്നത്. അതിലേറ്റവും പ്രധാനമായും കുട്ടിയുടെ അച്ഛൻ മറ്റൊരു വിവാഹത്തിന് ആലോചിച്ചിരുന്നു. തന്നെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു വിവാഹത്തിലേക്ക് പോയാൽ കുട്ടി വലിയ രീതിയിൽ പീഡനം നേരിടുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ ഈ വീട്ടുകാർ മൊത്തത്തിൽ തന്നെ കുട്ടിയെയും തന്നെയോട് അകറ്റുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. ഇതിലെല്ലാം കടുത്ത വൈരാഗ്യമുണ്ടായിരുന്നു ഈ കുടുംബത്തോടെ എന്നതാണ് അമ്മ പറയുന്നത്. അതാണ് കൊലപാതകത്തിനുള്ള പ്രേരണ എന്ന ഒരു നിലപാടാണ് അമ്മ ഇപ്പോഴും സ്വീകരിക്കുന്നത്. ഇതുതന്നെയായിരുന്നു ആദ്യഘട്ടത്തിലും ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരുന്നത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് അമ്മ ഇപ്പോഴും മൊഴിയായി നൽകുന്നത് എന്നതാണ് അന്വേഷണ സംഘത്തിന്
അതിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്തു തന്നെയായാലും ഇന്ന് കുട്ടിയുടെ അമ്മയെ ഈ കൊലപാതകം നടത്തിയ ആ പാലത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കുട്ടിയുമായി പോയ സ്ഥലങ്ങളിലൊക്കെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. അതിനു മുൻപായി തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഈ ഇളയച്ചൻ്റെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള അപേക്ഷ ഇന്ന് സമർപ്പിക്കുക. എന്നിട്ട് വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാവും. ഇരുവരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഒരുപക്ഷെ ഉണ്ടാവും. കാരണം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിൽ ഏതെങ്കിലും തരത്തിൽ ഈ പീഡനം ഒരു കാരണമായിട്ടുണ്ടോ എന്ന ഒരു സംശയമാണ് പോലീസിനുള്ളത്. അതുകൂടെ ദൂരീകരിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു അന്വേഷണമാവും നടക്കുക. രോഹിണി. സുധീഷ്, നമുക്കറിയാം അങ്ങേയറ്റം സങ്കീർണമായ ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. തെളിവുകളുടെ അഭാവം ഒന്നും വരാതെ തന്നെ കാര്യങ്ങൾ കൃത്യമായി പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. കാരണം ഇതിൽ അമ്മ മാത്രമല്ല പ്രതി എന്നുള്ളതാണ്. 1.5 വയസ്സ് മുതൽ ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന പ്രതി കൂടി ഉൾപ്പെടുമ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ പോലീസ് വളരെ കാര്യക്ഷമമായി തന്നെ ആയില്ലേ ഈ തെളിവെടുപ്പ് സമയത്തെല്ലാം അമ്മയെയും പ്രതിയുമായിട്ടെല്ലാം ഈ തെളിവെടുപ്പ് നടത്തുന്നത് വളരെ കാര്യക്ഷമമായിട്ട് തന്നെ ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും. ഇതിൽ ഇന്നലെ തന്നെ നമുക്കറിയാം ഈ കുട്ടി താമസിച്ചിരുന്ന വീട്ടിലും കുട്ടിയുടെ ഇളയച്ചൻ താമസിച്ചിരുന്ന വീട്ടിലുമെല്ലാം ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും എല്ലാം എത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. അതുപോലത്തെ ശാസ്ത്രീയമായ തെളിവുകൾ പരമാവധി ശേഖരിക്കാനാണ് ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇളയച്ചൻ്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തിയിരുന്നു. അത്തരത്തിലെല്ലാം തന്നെ ഈ വ്യക്തിയുടെ സ്വഭാവം, അതോടൊപ്പം തന്നെ മറ്റ് കൊലപാതകമായാലും പീഡനമായാലും നടന്നതുമായി ബന്ധപ്പെട്ട തെളിവുകൾ, അത് നേരിട്ടുള്ള തെളിവുകളായാലും സാക്ഷിമൊഴികളായാലും എല്ലാം ശേഖരിക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ അമ്മ തന്നെ കുട്ടിയുമായി പോയ വഴികളിലെ എല്ലാം തന്നെ ഉള്ള സാക്ഷികളെ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടിയുടെ അമ്മ ഓട്ടോയിൽ കുട്ടിയുമായി പോയ ഓട്ടോ, അതിനുശേഷം ഒറ്റയ്ക്ക് വീട്ടിലേക്ക് മടങ്ങിയ ഓട്ടോ, ആ ഓട്ടോയിലെ ഡ്രൈവർമാരുടെ എല്ലാം മൊഴി ശേഖരിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ കൃത്യമായ തെളിവുകളും സാഹചര്യ തെളിവുകളുമായി മാറും. അതോടൊപ്പം തന്നെയാണ് കുട്ടിയുടെ അമ്മ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ആ പറഞ്ഞ സ്ഥലത്ത് നിന്ന് തന്നെ മൃതദേഹം കണ്ടെടുക്കാൻ കഴിഞ്ഞതും ഏറ്റവും പ്രധാന തെളിവാണ്. അപ്പോൾ പറഞ്ഞ ആ സ്ഥലത്ത് തന്നെ എത്തിച്ചുള്ള തെളിവെടുപ്പ് ഉണ്ടാവും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിലെല്ലാം തന്നെ ഈ കേസിൽ പരമാവധി ശിക്ഷ പ്രതികൾക്ക് വാങ്ങിക്കൊടുക്കുന്നതിനുള്ളൊരു ശ്രമം തന്നെയാവും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. രോഹിണി. ശരി, സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരായ അക്രമങ്ങൾ വർദ്ധിക്കുന്നു. ഈ വർഷം മാർച്ച് മാസം വരെ രജിസ്റ്റർ ചെയ്തത് 1352 കേസുകളാണ്. 3 വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്തത് 12395 കേസുകളും. സംസ്ഥാന പോലീസിന്റെ ഔദ്യോഗിക രേഖകളിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ. ജനം ബ്രേക്കിംഗ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമഠം ചേരുന്നു. അഖിൽ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ വച്ചു പൊറുപ്പിക്കില്ല എന്നുള്ളത് പ്രസംഗത്തിൽ മാത്രം ഒതുക്കുന്ന ഒരു സർക്കാരിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരായ അക്രമങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ കണക്കുകളാണ് വരുന്നത്. കണക്കുകളെല്ലാം ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണല്ലേ? രോഹിണി, ഏറ്റവും അവസാനത്തെ, അതായത് കുട്ടികൾക്ക് നേരെ കേരള സംസ്ഥാനത്ത് വലിയ രീതിയിലാണ് അതിക്രമം ഉണ്ടാകുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആലുവയിൽ കണ്ടത്. അത് ആ കുട്ടിക്ക് നേരെ ഉണ്ടായ ലൈംഗിക പീഡനവും അതിനുശേഷമുള്ള കൊലപാതകമടക്കം സംസ്ഥാനത്ത് കുട്ടികൾക്ക് നേരെ അതിക്രമം വർദ്ധിച്ചു വരുന്നു എന്നത് തന്നെയാണ് മലയാളിയെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഞെട്ടിപ്പിച്ചു നിർത്തുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ വർഷം മാത്രം, അതായത് മാർച്ച് മാസം വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, അതായത് 2 മാസം മുമ്പ് വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 1352 കേസുകളാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ കുട്ടികൾക്ക് നേരെ നടന്ന അതിക്രമമായി മാത്രം ഉൾപ്പെടുത്തി നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ 3 വർഷത്തെ ഒരു കണക്ക് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ദിവസങ്ങളെക്കാൾ കൂടുതലാണ്. ഒരു വർഷം എന്ന് പറയുന്നത് 365ആണ്. അങ്ങനെ കണക്ക് കൂട്ടിയാൽ പോലും അതിൻ്റെ ഇരട്ടി വരുന്നതാണ്. 12395 കേസുകളാണ് കുട്ടികൾക്ക് നേരെ അതിക്രമം നടന്നത്. അത് അതിക്രമം എന്ന് പറയുന്നത് ബാല വിഭാഗമുണ്ട്, ബാലവേലയുണ്ട്, കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമമുണ്ട്, പോസ്കോ കേസുകൾ അടക്കമുള്ള കേസുകൾ നോക്കിയാലാണ് ഇത്രയും അധികം കേസുകൾ ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും അടുത്തു നിൽക്കുന്ന പ്രതികളാണ് നമ്മളെ രക്ഷിതാക്കളും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ അടുത്ത ബന്ധുക്കളും ഈ അധ്യാപകരുമൊക്കെയാണ് ഈ കുട്ടികൾക്ക് നേരെ നടന്നിട്ടുള്ള അതിക്രമങ്ങളിൽ പ്രതിയായി നിൽക്കുന്നത്, പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്നതും മലയാളിയെ ലജ്ജിപ്പിക്കുന്നതായി നമുക്ക് പറയേണ്ടി വരും. എന്തായാലും കുട്ടികൾക്ക് നേരെയുള്ള പീഡനം അത് കേരളത്തിൽ കുറവില്ല എന്ന് തന്നെയാണ് കണക്കുകൾ, അതായത് പോലീസിന്റെ കണക്കുകൾ, രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൽ പ്രധാനമായും
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2-3 കാര്യങ്ങളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഒന്ന്, ലൈംഗിക അതിക്രമം, നിർബന്ധിതമായ ബാലവിഭാഗം മുതലായ കേസുകളിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നതാണ്, അല്ലെങ്കിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഭാരതീയ നിയമസംഹിത 371 64 ക്ലോസ് എ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തന്നെ ഏകദേശം 555 കേസുകളാണ് 3 വർഷത്തിനിടയിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് കുട്ടികളെയും അല്ലെങ്കിൽ സ്ത്രീകളെയും ഒക്കെ തന്നെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ 3 വർഷത്തെ കണക്കാണ്, അതായത് 2ാം പിണറായി സർക്കാരിൻ്റെ ഈ 5ാം വാർഷികാഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുന്ന ദിവസമാണ്. കഴിഞ്ഞ 3 വർഷത്തെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് എന്ന് നമുക്ക് പ്രേക്ഷകരോടും പൊതുസമൂഹത്തോടും പറയേണ്ടി വരുന്നത്. രോഹിണി. അതെ, ശരിയാണ് അഖിൽ. അതായത് സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരായ അക്രമങ്ങൾ വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ വർഷം മാർച്ച് മാസം വരെ രജിസ്റ്റർ ചെയ്തത് 1352 കേസുകളാണ് എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം ഗൗരവതരമാണ് സാഹചര്യം എന്നുള്ളതും മനസ്സിലാകുന്നു. അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങൾ നൽകിയത്. പാകിസ്ഥാന് വീണ്ടും ചൈനീസ് സഹായം. പാക് സൈന്യത്തിന് ഉപഗ്രഹ സഹായം ഉറപ്പാക്കാൻ ധാരണ. ബെയ്തു ഉപഗ്രഹ സേവനമാണ് ലഭ്യമാക്കുക. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ചർച്ചയിലാണ് ഇക്കാര്യത്തിൽ ധാരണയായത്. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, പ്രത്യക്ഷമായും പരോക്ഷമായും ചൈന എക്കാലവും പാകിസ്ഥാനെ സഹായിക്കുന്ന നിലപാട് തന്നെയാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിന് ശേഷം ഇപ്പോൾ വീണ്ടും പാകിസ്ഥാന് ചൈനീസ് സഹായം ലഭിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാക് സൈന്യത്തിന് ഉപഗ്രഹ സഹായം ഉറപ്പാക്കാനായിട്ടുള്ള ധാരണയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നും അറിയാൻ കഴിയുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. രോഹിണി, തീർച്ചയായും ഉപഗ്രഹ സഹായങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സാങ്കേതികമായി ഉദ്ദേശിക്കുന്നത് നാവിഗേഷൻ സംവിധാനങ്ങൾ, അതായത് വിമാനങ്ങളും മറ്റു സംവിധാനങ്ങളുമായി തന്നെ, പ്രത്യേകിച്ച് യുദ്ധവിമാനങ്ങൾ, അതായത് റെസ്ട്രിക്റ്റഡ് ആയ ഡാറ്റകൾ പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളായ യുദ്ധവിമാനങ്ങളും അനുബന്ധ സംവിധാനങ്ങളും പുനഃപ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സാങ്കേതിക സഹായം നൽകാനുള്ള ഒരു ധാരണയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ധാരണ പ്രകാരം യുദ്ധവിമാനങ്ങൾ പറക്കുമ്പോൾ അതിന് കൃത്യമായ ഗതി നിർണ്ണയിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നേരത്തെ നമുക്കറിയാവുന്നതാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ അതിശക്തമായ ആക്രമണം ഭാരതം നടത്തിയതോടുകൂടി ഇത് റഡാറുകളുടെയും കുറെ സാറ്റലൈറ്റുകളുടെയും ഒരു കോൺസ്റ്റലേഷൻ സംവിധാനത്തിലൂടെ, അല്ലെങ്കിൽ ഒരു ശ്രേണി സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന സംവിധാനമാണിത്. ഈ സംവിധാനത്തിന്റെ ഏതാണ്ട് ബഹുഭൂരിപക്ഷവും തകർന്നു പോയ ഒരു സാഹചര്യമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ പല മേഖലകളിലും വ്യോമ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള, അല്ലെങ്കിൽ വ്യോമസേനയുടെ പ്രവർത്തനം പോലും സാധ്യമാക്കാത്ത ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ചൈനയുടെ സഹായം ഇവർക്ക് ലഭ്യമാകുന്നത്. ചൈനയുടെ ആഗോള തലത്തിൽ തന്നെ പ്രവർത്തനക്ഷമമായ പൊസിഷനിങ് സിസ്റ്റം, റെസ്ട്രിക്റ്റഡ് പൊസിഷനിങ് സിസ്റ്റം, അതായത് സൈനിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന സംവിധാനങ്ങൾ, കൃത്യതയാർന്ന വിവരങ്ങൾ നൽകുന്ന സംവിധാനങ്ങൾ ഷെയർ ചെയ്യുന്നതിനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ BDS സാറ്റലൈറ്റുകളുടെ ആ ഒരു സേവനം, അതായത് പൊസിഷനിങ് സംവിധാനം ലഭ്യമാക്കുന്നതിനുള്ള ഒരു സേവനം നൽകുക എന്നതാണ് ഒരു ധാരണയിലെത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ സേവനങ്ങൾ ലഭ്യമാകുന്നതോടെ വീണ്ടും പാകിസ്ഥാൻ വ്യോമസേനയെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പാകിസ്ഥാനും പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ തന്നെ പല മേഖലകളിലും അതിശക്തമായ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ചൈന പാകിസ്ഥാനിലെ പലയിടങ്ങളിലും. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ കൂടി തകർന്നടിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ദുർബലമാകാനുള്ള ഒരു സാധ്യത, അതിന്റെ സുരക്ഷ ദുർബലമാകാനുള്ള ഒരു സാധ്യത കൂടി ചൈന മുൻകൂട്ടി കാണുന്നുണ്ട്. അത്രയും ചില നിക്ഷിപ്തമായ ചില താല്പര്യങ്ങളും ചൈനയ്ക്ക് ഇക്കാര്യത്തിൽ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഉപഗ്രഹ ഡാറ്റകൾ കൈമാറുന്നതിനുള്ള ഒരു നീക്കങ്ങൾ, അല്ലെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് ചൈന അംഗീകാരം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഔദ്യോഗികമായി ഈ അംഗീകാരം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിനെതിരെ പ്രയോഗിച്ച 2 യുദ്ധവിമാനങ്ങളും P-15 മിസൈലുകളും എല്ലാം തന്നെ നേരത്തെ ചൈന ആയുധമായി തന്നെ നൽകിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആയുധങ്ങൾ നൽകിയെങ്കിലും അതിശക്തമായ ഭാരതത്തിന്റെ തിരിച്ചടിയിൽ താങ്ങാനാവാത്തൊരു പ്രത്യാഘാതം കൃത്യമായും അവയ്ക്കെല്ലാം ലഭിച്ചു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും സൈനിക
സൈനിക സഹകരണം, അതായത് ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗുമായി ബന്ധപ്പെട്ടുള്ള സഹകരണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈ സംവിധാനങ്ങൾ നടപ്പിൽ വന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, നേരത്തെ ചൈന നൽകിയ ഇത്തരത്തിലുള്ള പല വിമാനങ്ങളുണ്ട്, JF എന്നൊക്കെ പറയുന്ന സീരീസിലുള്ള യുദ്ധവിമാനങ്ങളുണ്ട്. അത്തരം യുദ്ധവിമാനങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നതിന് ഈ സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഒരു പരിധിവരെ പാകിസ്ഥാന്റെ സൈനിക രംഗത്തുള്ള ഒരു ആശ്രിതത്വം വർദ്ധിപ്പിക്കുക എന്ന കൃത്യമായൊരു നീക്കവും ചൈന ഇതിലൂടെ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് മറ്റൊരു തലത്തിൽ മറ്റു ലോകരാഷ്ട്രങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ വെല്ലുവിളിയാകുമോ എന്ന നിരീക്ഷണം നടത്തുമ്പോൾ അത്തരത്തിലൊരു സാധ്യത തുറക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായും ഒരു നാവിഗേഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. അത് മാത്രമാണ് അതിന്റെ പ്രയോജനവും അതിന്റെ ഉപയുക്തതയും അത്രമാത്രമാണ് ഉള്ളത് എന്നതുകൊണ്ട് തന്നെ അത് വലിയൊരു ഭീഷണിയായി ഭാരതത്തിന് വരാൻ സാഹചര്യമില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ കൂടി പാകിസ്ഥാൻ ഭീകരതയെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യമെന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചൈന പോലും ഭീകരതയെ എതിർക്കുന്ന നിലപാട് സ്വീകരിക്കുന്നുവെന്ന് ഭാരതത്തോട് ഔദ്യോഗികമായി അറിയിക്കുകയോ കൂടി ചെയ്ത സാഹചര്യത്തിലാണ് ഈ സൈനിക സഹായം നൽകുന്നതിലെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. ആ വിഷയം എങ്ങനെയാണ് ഭാരതത്തിന്റെ വിദേശകാര്യ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുക എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്ത് തന്നെയായാലും ഈ സൈനിക സഹായം, ഇലക്ട്രോണിക് ഡാറ്റ, വിമാനങ്ങൾക്ക് പറക്കാനുള്ള സാറ്റലൈറ്റ് ഇലക്ട്രോണിക് ഡാറ്റ ലഭ്യമാക്കുന്നതിനുള്ള ഒരു തീരുമാനം പാകിസ്ഥാനും ചൈനയും തമ്മിൽ നടപ്പാക്കിയിരിക്കുന്നു. അത് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നതാണ് നമുക്ക് നൽകാനാകുന്ന ഏറ്റവും പുതിയതായ ഒരു വിവരം. ശരി, ഐസൺ തുടരുക. നമുക്ക് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിവരങ്ങൾ കൂടി ഐസണിൽ നിന്നും തേടേണ്ടതുണ്ട്. ഭരണ പ്രതിസന്ധിയിൽ ബംഗ്ലാദേശ്, ഇടക്കാല സർക്കാർ മേധാവി മുഹമ്മദ് യൂനുസ് രാജ്യസന്നദ്ധത അറിയിച്ചെന്ന റിപ്പോർട്ട്. നിലവിലെ സാഹചര്യത്തിൽ തനിക്ക് തുടരാൻ സാധിക്കില്ലെന്ന യൂനുസ്. ആഭ്യന്തര പ്രക്ഷോഭങ്ങളെയും സൈനിക മേധാവിയുടെ അന്ത്യശാസനത്തെയും തുടർന്നാണ് തീരുമാനം. അടിയന്തരമായി പൊതു തെരഞ്ഞെടുപ്പ് നടത്തണം എന്നതായിരുന്നു സൈനിക മേധാവിയുടെ താക്കീത്. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ബംഗ്ലാദേശിൽ ഭരണ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ രാജ്യസന്നദ്ധത മുഹമ്മദ് യൂനുസ് അറിയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? തീർച്ചയായും രോഹിണി, രാജ്യസന്നദ്ധത അറിയിച്ചു മുഹമ്മദ് യൂനുസ് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. യൂനുസിന്റെ മന്ത്രിസഭയിൽ തന്നെ അംഗമായിരുന്ന, പിന്നീട് അല്പം കഴിഞ്ഞ ഫെബ്രുവരിയിൽ പുതിയ പാർട്ടി രൂപീകരിച്ച് അതിന്റെ നേതൃസ്ഥാനത്തേക്ക് മാറിയ നദീം ഇസ്ലാം ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇക്കാര്യം കൃത്യമായി സ്ഥിരീകരിക്കുകയും ചെയ്തു. മാധ്യമങ്ങളോടും അന്താരാഷ്ട്ര മാധ്യമങ്ങളോടും സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ സന്നദ്ധത അദ്ദേഹം അറിയിച്ചതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഡിസംബറിൽ എന്തായാലും തെരഞ്ഞെടുപ്പ് നടക്കുക തന്നെ വേണമെന്നൊരു നിലപാട് കൃത്യമായി സൈനിക മേധാവി മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. സൈനിക മേധാവി മുന്നോട്ട് വെച്ച ഈ ആവശ്യം പല ലോകരാഷ്ട്രങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്. എങ്കിൽ കൂടി അത് സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു നിർദ്ദേശമായതിനാൽ അത് അംഗീകരിക്കാനാവില്ല എന്നൊരു നിലപാടാണ് മുഹമ്മദ് യൂനുസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, അവിടെ വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു പ്രക്ഷോഭമുണ്ടായതിനെ തുടർന്ന് ഷെയ്ഖ് ഹസീന സ്ഥാനഭ്രഷ്ടയാവുകയും മാത്രമല്ല അവരുടെ പാർട്ടി തന്നെ നിരോധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ കൂടി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതായത് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വന്നിരുന്നു. ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പ്, എന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക, തെരഞ്ഞെടുപ്പിന്റെ റോഡ് മാപ്പ് സംബന്ധിച്ച് കൃത്യതയാർന്ന വിവരം വേണമെന്ന ഒരു ആവശ്യം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ തനിക്ക് തുടരാനാവില്ല എന്നൊരു നിലപാടാണ് മുഹമ്മദ് യൂനുസ്, നൊബേൽ സമ്മാന ജേതാവ് കൂടിയായ മുഹമ്മദ് യൂനുസ് മുന്നോട്ട് വെച്ചത്. ഇത്തരം സമ്മർദ്ദങ്ങൾ ആവർത്തിക്കുന്നത് കൃത്യമായി നടപടിക്രമങ്ങൾ കൊണ്ടുപോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്നാണ് മുഹമ്മദ് യൂനുസിന്റെ നിലപാട്. എന്നാൽ അദ്ദേഹത്തിന്റെ രാജി സംബന്ധിച്ച് ലോകത്തോട് അല്ലെങ്കിൽ മാധ്യമങ്ങളോട് അറിയിച്ച അദ്ദേഹത്തിന്റെ പഴയ സഹപ്രവർത്തകൻ തന്നെ പറയുന്നത് അത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചുവെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ ക്യാബിനറ്റ് അംഗങ്ങളെല്ലാം തന്നെ ചേർന്ന് അതിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുകയായിരുന്നു എന്നാണ്. അടിയന്തരമായി രാജിവെക്കാനുള്ള ഒരു നീക്കമാണ് ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജി സന്നദ്ധത അറിയിച്ച് രാജിക്കത്ത് നൽകാനുള്ള ഒരു നീക്കം നടത്തുന്നതിനിടെയാണ് ഈ നീക്കങ്ങൾ അവരുടെ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്ത് തന്നെയായാലും ഭാരതം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടത്തണം, സുരക്ഷിതവും അതുപോലെ തന്നെ ജനാധിപത്യപരവുമായ ഒരു സംവിധാനം വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ മുഹമ്മദ് യൂനുസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നീക്കങ്ങൾ ഉണ്ടാകുന്നത് അതീവ ഗൗരവത്തോടെ നിരീക്ഷിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈകാതെ തന്നെ ഭാരതം ഇക്കാര്യത്തിൽ ചില നിലപാടുകൾ അറിയിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ സൈന്യം ബംഗ്ലാദേശിലെ താൽക്കാലിക സർക്കാരിനെതിരെ തിരിയുന്ന ഒരു സൂചനകളിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് ഇതിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ശരി, ഐസൺ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ വൈദ്യുതി സുരക്ഷാ ഓഡിറ്റ് നടത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. പമ്പ സന്നിധാനം പാതയിലെ എല്ലാ വൈദ്യുതി ലൈനുകളും ഭൂഗർഭ കേബിൾ വഴിയാക്കാനും ആലോചിച്ചു വരികയാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് ജനം ടിവിയോട് പറഞ്ഞു.
കുടിവെള്ളം എടുക്കുന്നതിനിടയിൽ നീലിമലയിൽ വെച്ച് അയ്യപ്പ ഭക്ത മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ നടപടി. ഷോക്കേറ്റ് മരിച്ച തെലങ്കാന സ്വദേശി ഭരതമ്മയുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നതെങ്കിലും വൈദ്യുതിയാണ് ഇത് പലപ്പോഴും ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ABC കേബിൾ ആണെങ്കിലും അത് ചില സമയങ്ങളിൽ അപൂർവം ചില സമയങ്ങളിൽ ഇതൊക്കെ സംഭവിക്കാം. ശബരിമലയിലെ എല്ലാ വൈദ്യുതി ലൈനുകളും ഭൂഗർഭ കേബിൾ വഴിയാക്കുവാനും ദേവസ്വം ബോർഡ് ആലോചിക്കുന്നു. ഇതിനൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. ഇത് താഴെ ഗ്രൗണ്ട് ഡെക്റ്റ് വഴി കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇന്നത്തെ ഹൈപ്പവർ കമ്മിറ്റിയിൽ അതൊരു അരുൺ കൊടുങ്ങൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഏറ്റവും ദാരുണമായ സംഭവമായിരുന്നു ശബരിമലയിൽ അയ്യപ്പ ഭക്ത ഷോക്കേറ്റ് മരിച്ചത്. വലിയ രീതിയിലുള്ള പ്രതിഷേധവും ദേവസ്വം ബോർഡിനെതിരെ ഉയർന്നിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ വൈദ്യുതി സുരക്ഷാ ഓഡിറ്റ് നടത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിശ്ചയിച്ചിരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അതിൽ ഉൾപ്പെടുത്തുക? എന്തെല്ലാമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജനം TVയോട് വ്യക്തമാക്കിയത്? രോഹിണി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. ഒരു വർഷം ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന കാനന ക്ഷേത്രം കൂടിയാണ്. അതിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ പലതവണ പല ആവർത്തികൾ ചർച്ച ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതുപോലൊരു അപകടകരമായ ഒരു അവസ്ഥ ഇതുവരെയും ഉണ്ടായിട്ടില്ല. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങം വഴി നീലിമലയിൽ വെച്ച് ഒരു തീർത്ഥാടകയ്ക്ക് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടാകേണ്ടി വന്നത്. എന്തായാലും ഈ വിഷയത്തെ ഗൗരവത്തോടെ കാണുകയാണ് ദേവസ്വം ബോർഡ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി ഇതുപോലൊരു അവസ്ഥ ഒരാൾക്കും ഉണ്ടാകാതിരിക്കാനുള്ള കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം ഈ വൈദ്യുതി സുരക്ഷാ ഓഡിറ്റിങ് അത് ശബരിമലയിൽ നടത്തുമെന്നുള്ളൊരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. വിവിധ വകുപ്പുകളുടെ റിപ്പോർട്ട് തനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ എവിടെയാണോ വീഴ്ചയുണ്ടായത് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ലൈനുകളൊക്കെ തന്നെ ഭൂഗർഭ വഴിയെ ആക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി ദേവസ്വം ബോർഡ് ചേരുകയാണ്. ഇന്നലെ കൊച്ചിയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട യോഗം നടന്നിരുന്നു. ഹൈപ്പവർ കമ്മിറ്റി നടന്നിരുന്നു. ഈ യോഗത്തിൽ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തു. ഇനി വനംവകുപ്പിൻ്റെ ഒരു അനുമതി കൂടി ലഭിച്ചാൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകും എന്നുള്ള ഒരു കാര്യമാണ് നിലവിൽ ദേവസ്വം ബോർഡ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഈ മണ്ഡലകാലത്തിലേക്ക് വീണ്ടും പോവുകയാണ്. അതിൻ്റെ ഒരു തിരക്കിലേക്കൊക്കെ തന്നെ അമരുകയാണ്. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ശക്തമായ കർശനമായ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കുക എന്നതാണ് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉണ്ടായിരിക്കുകയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഒരിക്കലും ശബരിമലയിൽ ആവർത്തിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആ ഒരു കൃത്യമായ നിലപാട് എടുക്കണമെന്നുള്ളതായിരുന്നു ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെയും ആവശ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഭരതമ്മയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം, അർഹമായ നഷ്ടപരിഹാരം ദേവസ്വം ബോർഡ് നൽകണം, ഇല്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് ഈ ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഭരതമ്മയുടെ കുടുംബത്തിന് ആദ്യഘട്ടമായി 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഉടൻ തന്നെ ആ കുടുംബത്തിന് നൽകും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഇത്തരം ഒരു സംഭവം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അതിന് വേണ്ട തക്കതായ ഒരു നടപടി ഉണ്ടാകും. അത് ഏതൊക്കെ തലത്തിൽ പോകാമോ ആ തലത്തിലൊക്കെ തന്നെ കൃത്യമായി പോയി കൃത്യമായ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് നടപടി സ്വീകരിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയത്. രോഹിണി, ഹൈറിച്ച് തട്ടിപ്പു കേസിൽ 2ാം ഘട്ട അന്വേഷണം ഊർജിതമാക്കി ED. അന്വേഷണ സംഘം കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടന്നിരിക്കുകയാണ്. ഹൈറിച്ച് ഉടമ KD പ്രതാപനും ഭാര്യ ശ്രീനയുമടക്കം 37 പേരായിരുന്നു ആദ്യഘട്ട കുറ്റപത്രത്തിലെ പ്രതികൾ. സുധീഷ് ഗോപാൽ ചേരുന്ന വിവരങ്ങളുമായി. സുധീഷ്, ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പ്. നിലവിൽ ഇപ്പോൾ 37 പ്രതികളാണ് ആദ്യഘട്ട കുറ്റപത്രത്തിൽ ഉള്ളത് എങ്കിൽ 2ാം ഘട്ട അന്വേഷണത്തിലേക്ക് ED കടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരിക്കും ശ്രമിക്കുക? രോഹിണി, ഇന്ത്യ കണ്ടതിൽ വെച്ച് തന്നെ വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പാണ് ഈ ഹൈറിച്ചിലൂടെ നടന്നത് എന്നൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ED ഇതിൻ്റെ അന്വേഷണം നടത്തുന്നത്. അതിൻ്റെ 2ാം ഘട്ട അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ഉടമകളായ പ്രതാപനും അതോടൊപ്പം തന്നെ ഭാര്യ ശ്രീനയും അതോടൊപ്പം മറ്റ് ചില സ്ഥാപനങ്ങൾ അതോടൊപ്പം ഈ കമ്പനിയുടെ പ്രൊമോട്ടർമാരായ 15 പേരും അടക്കം 37 പേരായിരുന്നു പ്രതിപട്ടികയിലുള്ളത്. എന്നാൽ 2ാം ഘട്ടത്തിൽ കൂടുതൽ പ്രൊമോട്ടർമാരെയും അതോടൊപ്പം തന്നെ കള്ളപ്പണം
ഇവരിലൂടെ മാറ്റിയെടുത്ത നിരവധി പേരുണ്ട്. അവരെ എല്ലാം തന്നെ വളരെ വിശദമായി ചോദ്യം ചെയ്ത് ഇതിൻ്റെ അടിത്തട്ട് വരെ, ഈ സാമ്പത്തിക ക്രമക്കേടുകളുടെ അടിത്തട്ട് വരെ എത്തുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ രണ്ടാം ഘട്ട അന്വേഷണം പുരോഗമിക്കുന്നത്. ഇപ്പോൾ തന്നെ ചോദ്യം ചെയ്യലുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൽ പലരും, കൂടുതൽ പ്രൊമോട്ടർമാരടക്കമുള്ളവർ പ്രതിപട്ടികയിലേക്ക് വരും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ആദ്യഘട്ട അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെ 277 കോടി രൂപയുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടുകിട്ടിയിരുന്നു. രണ്ടാം ഘട്ടത്തിലും സമാന രീതിയിൽ കള്ളപ്പണത്തിലൂടെയും മറ്റും സമ്പാദിച്ച വസ്തുക്കൾ അടക്കം കണ്ടുകെട്ടാനുള്ള ഒരു നീക്കവും ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ട്. നമുക്കറിയാം, പലരിൽ നിന്നും പല വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് പല സ്ഥാപനങ്ങളുടെ പേരിലായിട്ടാണ് ഇത്രയേറെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത്. എന്നാൽ ഇവർക്കൊന്നും തന്നെ വാഗ്ദാനം ചെയ്ത സേവനമോ ഇല്ലെങ്കിൽ ആ കാര്യങ്ങൾ നിറവേറ്റാൻ ഇവർ തയ്യാറായിരുന്നുമില്ല. ആ രീതിയിൽ വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തി അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു സാഹചര്യവും ഇതിലൂടെ ഉണ്ടായി. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ വളരെ ഗൗരവതരമായാണ് ഇപ്പോൾ ഇഡി രണ്ടാം ഘട്ട അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവും, കൂടുതൽ പേരെ പ്രതിപട്ടികയിലേക്ക് ചേർക്കാനുള്ള നടപടിയും ഉണ്ടാകും എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. രോഹിണി. ശരി, സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളത്തെ CPIയിൽ വലിയ പൊട്ടിത്തെറിയും കടുത്ത വിഭാഗീയതയുമെന്ന് പാർട്ടിയുടെ കണ്ടെത്തൽ. പി രാജു വിവാദത്തിലെ പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലാണ് ഈ നിരീക്ഷണം. രാജുവിന്റെ മരണത്തെ തുടർന്നുണ്ടായ വിവാദത്തിൽ ജില്ലയിലെ 7 നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പാർട്ടി ശരിവെച്ചു. അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും എറണാകുളത്തെ CPIയെ സംബന്ധിച്ചോളം വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്ര വലിയ ഒരു കോളിളക്കം പാർട്ടിയിൽ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു പി രാജുവിൻ്റെ മരണം. അതായത് CPIയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നു പി രാജു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമുണ്ടായ കോളിളക്കങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയത്, ആ പാർട്ടി അദ്ദേഹത്തെ കൃത്യമായി വേട്ടയാടി എന്ന് ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുകയും അത് വലിയ കലഹത്തിലേക്ക്, സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്കൊക്കെ തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വിഷയത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കാനായി പാർട്ടി 3 അംഗ കമ്മീഷനെ നിയോഗിച്ചത്. ഈ കമ്മീഷൻ്റെ ഒരു കണ്ടെത്തലാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത്. ഈ കണ്ടെത്തലിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള ഒരു ഗൂഢമായ ശ്രമങ്ങൾ ചില ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. 7 പേരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ആ പേരുകൾ സഹിതം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ കമ്മിറ്റി അംഗീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കൗൺസിൽ അംഗീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പാർട്ടിയെ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു പറയുകയും അതോടൊപ്പം തന്നെ പാർട്ടി പിടിച്ചെടുക്കാനുള്ള തീവ്രമായ ശ്രമങ്ങളും ഇവർ നടത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർക്കെതിരെ കർശനമായ ഒരു നടപടി വേണമെന്നുള്ളൊരു ആവശ്യം കൂടിയാണ് ഈ റിപ്പോർട്ട് മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും സമഗ്രമായ ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കിയതെന്നാണ് CPI ജില്ലാ സെക്രട്ടേറിയറ്റ് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായുള്ള ഒരു നടപടിയിലേക്ക് ഇനി പോകാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ പോകുന്നത്. CPIയെ സംബന്ധിച്ചോളം ഇപ്പോൾ സമ്മേളന കാലമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നടപടിയെടുത്താൽ അത് പാർട്ടിക്ക് വലിയ ദോഷം ഉണ്ടാക്കും. അതുകൊണ്ട് സമ്മേളന കാലാവധിക്ക് ശേഷം ഈ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 7 പേർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് ആ പാർട്ടി നേതൃത്വം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിവാദത്തിന് തിരികൊളുത്തുകയാണ് ഈ റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടിലെ കണ്ടെത്തൽ, ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട്. ഈ 2 പക്ഷമായി തിരിഞ്ഞുകൊണ്ട്, 2 ഗ്രൂപ്പായി തിരിഞ്ഞുകൊണ്ട് കാനം ഇസ്മയിൽ പക്ഷം എന്ന രീതിയിൽ തന്നെ വീണ്ടും ഒരു വലിയ രീതിയിലേക്കുള്ള ഒരു കലഹത്തിലേക്ക്, നീരസനത്തിലേക്ക്, അതൃപ്തിയിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് നിലവിൽ ഉള്ളത്. എന്തായാലും അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി കരുതലോടെ തന്നെയാണ് ഇതിലെ CPI ജില്ലാ നേതൃത്വം കാണുന്നത്. എന്തായാലും പാർട്ടിയിൽ വലിയ കോളിളക്കവും വലിയ വിവാദവും ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇതെന്ന് നിസ്സംശയം പറയാം. രോഹിണി. തൃശൂർ പാലിയേക്കരയിൽ വൻ കഞ്ചാവ് വേട്ട. 120 കിലോ കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് കടത്തിയ 4 പേരെ തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘം പിടികൂടി. ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്ക് വിൽപ്പനയ്ക്ക് എത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത്. സാനു K സജീവ് ചേരുന്നു. സാനു, പാലിയേക്കരയിൽ 120 കിലോ കഞ്ചാവ്, വൻ കഞ്ചാവ് വേട്ടയാണ് നടന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഇവർ പിടിയിലാകുന്നത്? രോഹിണി, തീർച്ചയായിട്ടും വലിയൊരു കഞ്ചാവ് വേട്ടയാണ് തൃശൂർ നടത്തിയിരിക്കുന്നത്. 120 കിലോ കഞ്ചാവ്, അതായത് റൂറൽ പോലീസിൽ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ദേശീയപാതയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് വൻ കഞ്ചാവ് വേട്ട നടത്തിയിരിക്കുന്നത്. 120 കിലോ കഞ്ചാവ് ഒഡീഷയിൽ നിന്നും
എറണാകുളം ഭാഗത്തേക്ക് കൊണ്ടുപോകായിരുന്ന കഞ്ചാവാണ് പോലീസ് പിടികൂടിയത്. 4 പേരെ ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. അതായത് ഇതിനു മുമ്പും പല കുറി ഇത്തരത്തിൽ കഞ്ചാവും അതേപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിന് പുറത്തു നിന്ന് കഞ്ചാവ് ഒപ്പം തന്നെ അത് രാസലഹരി അടക്കം പല കുറി കേരളത്തിലേക്ക് കടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതായത് സിജോ, ആഷ്ലിൻ, ഹാരിസ്, ജാബിർ എന്നീ 4 പേരാണ് 4 പേരടങ്ങുന്ന സംഘമാണ് ഇത്തരത്തിൽ ലോറിയിൽ കഞ്ചാവ് കടത്തിയത്. ഇതിനു മുമ്പും ഇത്തരത്തിൽ കടത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളിലും ഇവരെ പിടികൂടുന്നതിന് വേണ്ടി പോലീസിന് രഹസ്യ വിവരങ്ങൾ ലഭിച്ചിരുന്നു. പിടികൂടുന്നതിന് വേണ്ടി പല ശ്രമങ്ങൾ നടത്തിയിട്ടും ഇവരെ കണ്ടെത്താൻ സാധിക്കാതെ പോവുകയായിരുന്നു. തുടർന്ന് ഇന്നലെ വൈകിട്ട് മുതൽ ദേശീയപാതയുടെ പല ഭാഗങ്ങളിലായിട്ട് പോലീസ് വാഹന പരിശോധന അടക്കം നടത്തിയിരുന്നു. ഇന്ന് പുലർച്ചെയാണ് പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് നിന്നും ഇവർ കഞ്ചാവുമായി എത്തിയ ലോറി സഹിതം പോലീസ് പിടികൂടിയത്. ശരി, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്. മൂന്നാറിൽ വീട്ടുമുറ്റത്ത് പുലിയെത്തി. വീട്ടുമുറ്റത്ത് കിടന്ന വളർത്തുനായയെ പുലി കൊന്നു. ദേവികുളം സെൻട്രൽ ഡിവിഷനിൽ ഇന്ന് പുലർച്ചെയാണ് ആക്രമണം. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ഒരൽപ്പം ആശങ്കാജനകമായ സാഹചര്യം തന്നെയാണ്. വീട്ടുമുറ്റത്തടക്കം പുലി എത്തി വളർത്തുനായയെ കൊല്ലുക എന്ന് പറയുന്നത്. എന്തായാലും നിലവിൽ പ്രദേശത്ത് ഏതു രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? മൂന്നാറിലാണ് വീട്ടുമുറ്റത്ത് പുലിയെത്തിയത്. വീട്ടുമുറ്റത്ത് കിടന്ന വളർത്തുനായയെ പുലി കൊന്നു. ദേവികുളം സെൻട്രൽ ഡിവിഷനിൽ ഇന്ന് പുലർച്ചെയാണ് ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനത്ത് വലിയ രീതിയിൽ വന്യജീവി ആക്രമണം ഉണ്ടാകുന്നുണ്ട്. വനം വകുപ്പിൻ്റെ കെടുകാര്യസ്ഥതയാണ് ഈ വിഷയത്തിൽ എന്ന് നാട്ടുകാരും പ്രദേശവാസികളും ആരോപിക്കുന്നുണ്ടെങ്കിൽ പോലും കാര്യക്ഷമമായ ഒരു നടപടിയിലേക്കും കടക്കാൻ സാധിച്ചിട്ടില്ല. മറ്റൊരു വാർത്തയിലേക്ക്. താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതക കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വിദ്യാർത്ഥികളുടെ SSLC പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചതായി സർക്കാർ കോടതിയെ അറിയിക്കും. പരീക്ഷാഫലം തടഞ്ഞുവച്ചതിനെ കോടതി നേരത്തെ കുറ്റപ്പെടുത്തിയിരുന്നു. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, പറയൂ. കേസിൽ കുറ്റാരോപിതരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വീണ്ടും പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ ഇത് പരിഗണിച്ച സമയത്ത് ഈ കുറ്റാരോപിതരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ SSLC പരീക്ഷാഫലം എന്തുകൊണ്ടാണ് സർക്കാർ തടഞ്ഞത്? പരീക്ഷാഫലം തടയാനായിട്ടുള്ള കാരണം എന്താണ്? നിയമ നടപടി ഏതെങ്കിലും ഘട്ടത്തിൽ ഈ വിദ്യാർത്ഥികൾ പരീക്ഷാഫലം തടഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിക്കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ കുറ്റക്കാരാകുമെന്നുള്ളതായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം. ഈ നിരീക്ഷണവും ഈ വിമർശനവും ഉണ്ടായതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ 2 ദിവസം മുൻപ് വിദ്യാഭ്യാസ വകുപ്പ് ഈ കുറ്റാരോപിതരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ SSLC പരീക്ഷാ ഫലം പുറത്തുവിട്ടിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ ഔദ്യോഗികമായിട്ട് തന്നെ ഇന്ന് ഹൈക്കോടതി അറിയിക്കും. ഇത് 2ാം തവണയാണ് ഈ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ വരുന്നത്. നേരത്തെ വന്ന സമയത്ത് ഹൈക്കോടതി ജാമ്യം നൽകില്ല എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. എന്തായാലും നിലവിൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് ഷഹബാസ് വധക്കേസിലെ കുറ്റാരോപിതരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. തോൽക്കാൻ മനസ്സില്ലാത്തവർ ഒരുക്കിയ വർണ്ണക്കുടകൾ ശ്രദ്ധേയമാകുന്നു. മഴയെത്തും മുൻപേ വിപണി കീഴടക്കാൻ ഒരു കൂട്ടം ആൾക്കാർ തയ്യാറെടുക്കുമ്പോൾ അത് അതിജീവനത്തിന്റെ പുതിയ അധ്യായമാവുകയാണ്. കോഴിക്കോട് ജില്ലയിലെ മലയോര പ്രദേശത്തെ ദിവ്യാംഗരുടെ കൂട്ടായ്മയാണ് സമൂഹത്തിന് മാതൃകയാകുന്നത്. തളർന്ന ശരീരത്തിൽ തളരാത്ത മനസ്സുണ്ടെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു തരികയാണിവർ. ദിവ്യാംഗരാണെങ്കിലും ആർക്കു മുന്നിലും കൈനീട്ടാതെ ജീവിതം തിരികെ പിടിക്കണമെന്ന വാശിയാണ് ഇവരെ വ്യത്യസ്തരാക്കുന്നത്. കൂടരഞ്ഞി സ്വദേശി അജി, ചേന്നമംഗലൂർ സ്വദേശി ഷമീർ, വെളിമണ്ണ സ്വദേശി രതീഷ് എന്നിവരാണ് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത്. കുട നിർമ്മാണത്തിനു പുറമെ പേപ്പർ പേന നിർമ്മാണത്തിലും ഇവർ സജീവമാണ്. വീൽചെയറിലിരുന്ന് ജീവിതത്തെ നിസ്സഹായതോടെ നോക്കിയിരുന്നവർ ഇന്ന് ജീവിതത്തെ കാണുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ്. ഞങ്ങളെ ഒരു ഉപജീവന മാർഗവും കൂടിയാണിത്. മറ്റു തൊഴിലുകളൊന്നും ചെയ്യാൻ പറ്റാതെ കിടപ്പിലായിപ്പോയ, വീൽചെയറിലായിപ്പോയ ഒട്ടനവധി സുഹൃത്തുക്കൾ ചേർന്നുകൊണ്ട് ചെയ്യുന്ന ഒരു ഉൽപ്പന്നം കൂടിയാണ്. കൂടരഞ്ഞി, കാരശ്ശേരി, മുക്കം, ഓമശ്ശേരി തുടങ്ങിയ പഞ്ചായത്തുകളിലെ ആളുകളാണ് ഇപ്പോൾ കൂട്ടായ്മയിലുള്ളത്. വരും വർഷങ്ങളിൽ കൂട്ടായ്മ വിപുലീകരിക്കാനും ആലോചനയുണ്ട്.
കുട്ടികൾക്കായുള്ള കളർ കുടകൾ, 3 മടക്ക് കുടകൾ, 5 മടക്ക് കുടകൾ, കാലൻ കുടകൾ, നാനോ കുടകൾ തുടങ്ങിയവ ഗുണമേന്മയോടെ നിർമ്മിക്കുന്നതോടൊപ്പം ഓർഡറുകൾ അനുസരിച്ച് ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നുമുണ്ട്. 2 ഫോൾഡ് ഉണ്ട്, കാലങ്ങളുണ്ട്, കുട്ടികളുടെ കുടയുണ്ട്, അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതിലുപരി ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് സൈസ് കുട വേണമെങ്കിലും നമ്മൾ ഉണ്ടാക്കി നമ്മൾ ആവശ്യക്കാർക്ക് കൊറിയർ മുഖാന്തരം അല്ലെങ്കിൽ പോസ്റ്റലി അല്ലെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റുന്ന രീതിക്കുള്ള കുടകൾ അനേകം കുടകൾ ഉണ്ടാക്കുന്നുണ്ട്. 250 രൂപ മുതൽ 600 വരെയാണ് കുടകളുടെ വില. ഗുണമേന്മയുള്ള മനോഹരമായ കുടകൾ എന്നാണ് വാങ്ങിയവരും പറയുന്നത്. നിർമ്മാണം, ഓർഡറുകൾ സ്വീകരിക്കുക, മാർക്കറ്റിംഗ്, കൊറിയർ തുടങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇവർ തന്നെയാണ്. നല്ല പ്രതികരണമാണ് എങ്ങും നിന്നും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന് ഇനിയെങ്കിലും നിറം വയ്ക്കുമെന്ന കാത്തിരിപ്പിലാണ് ഇവർ ഓരോരുത്തരും. ജനം, കോഴിക്കോട്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി 59ാമത് സംസ്ഥാന സമ്മേളനം ഇന്ന് ആരംഭിക്കും. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം നടക്കുന്ന സമ്മേളനം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഷയങ്ങളിൽ നടക്കുന്ന ചർച്ചകളിലും സമ്മേളനങ്ങളിലും ഹൈന്ദവാചാര്യന്മാരും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മുതിർന്ന കാര്യകർത്താക്കളും പങ്കെടുക്കും. കേരള ഗാന്ധി കെ കേളപ്പജിയും പി മാധവ്ജിയും പകർന്നു നൽകിയ സംഘടനാ ബോധത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ 59ാമത് സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊടിയുയരും. സമ്മേളനം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. വിവിധ വിഷയങ്ങളിൽ നടക്കുന്ന ചർച്ചകളിലും സമ്മേളനങ്ങളിലും മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ, ഹൈന്ദവ ആചാര്യന്മാർ, മുതിർന്ന സംഘകാര്യകർത്താക്കളായ എ ഗോപാലകൃഷ്ണൻ, പി എൻ ഈശ്വർ, ജെ നന്ദകുമാർ, വിശ്വംപാപ്പ തുടങ്ങിയവർ പങ്കെടുക്കും. സമാപന സമ്മേളനം മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി സ്വാമികൾ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ സ്വർഗീയ പി മാധവ്ജി പുരസ്കാരം ജനം TV MDയും ഉദയസമുദ്ര ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനുമായ ചെങ്കൽ രാജശേഖരന് നൽകി ആദരിക്കും. ജനം, തിരുവനന്തപുരം. എന്റെ കേരളം പ്രദർശനമേള തിരുവനന്തപുരത്ത് പുരോഗമിക്കുമ്പോൾ ആകാംക്ഷയും ആവേശവും നിറയിക്കുകയാണ് കേരള അഗ്നിസുരക്ഷാ വകുപ്പിന്റെ പ്രകടനം. അപകട മേഖലയെ തരണം ചെയ്യേണ്ട വിധവും സാങ്കേതിക മേഖലയിലെ മികവുമെല്ലാം പൊതുജനങ്ങൾക്കായി പുഞ്ചിരിയോടെ ഇവർ പകർന്നു നൽകുകയാണ്. അപകടങ്ങൾ ഏതു വന്നാലും മലയാളി ഹൃദയപൂർവ്വം വിളിക്കുന്ന ഒരു നമ്പരുണ്ട്, 101. ഏത് അപകടത്തിലും അവരെ രക്ഷിക്കാൻ ഒരു സേനയെത്തുമെന്ന വിശ്വാസവും പ്രതീക്ഷയും നൽകുന്ന ഒരു നമ്പർ. അതാണ് നമ്മുടെ സ്വന്തം അഗ്നിസുരക്ഷാ വകുപ്പിന്റെ 101 എന്ന നമ്പർ. അവരുടെ സ്റ്റാളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഏറ്റവും മനോഹരമായ വിശദീകരണങ്ങളാണ് അവർ നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. ഏതപകടത്തിലും ചിരിക്കുന്ന മുഖവുമായി എത്തുന്ന അഗ്നിസുരക്ഷാ ഉദ്യോഗസ്ഥരെ കണ്ടവരാണ് മലയാളികൾ. അപകടങ്ങളെയും പ്രതിസന്ധികളെയും കരുതലോടെ മറികടക്കാൻ സ്നേഹത്തോടെ മാർഗനിർദ്ദേശങ്ങൾ വിവരിക്കുകയാണവർ. അതോടൊപ്പം തന്നെ ഗ്യാസ് ഫയർ ഇന്ന് സർവ്വസാധാരണമാണ്. ഗ്യാസ് ലീക്കും ഗ്യാസ് ഫയറും. അത്തരത്തിലൊരു ഗ്യാസ് ഫയറോ ഗ്യാസ് ലീക്കോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് വിധത്തിൽ ടാക്കിൾ ചെയ്യാമെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. പ്രദർശിനിയിലെത്തുന്ന ഓരോരുത്തർക്കും അരികിൽ കണ്ടതിൻ്റെ ആകാംക്ഷയും അടുത്തറിഞ്ഞതിൻ്റെ സന്തോഷവുമാണ് വാനോളം. പിന്നെ ഇത് ഓരോ ട്രബിളിൽ നമുക്ക് യൂസ് ആവാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സിപ്പ് ലൈൻ പോലത്തെ സാധനം, അത് നല്ലായിരുന്നു. എനിക്ക് ഈ സിപ്പ് ലൈനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ പോയാലും അത് കണ്ടാൽ എനിക്ക് പോകണം എന്നൊരു നല്ല തോന്നലുണ്ടാവും. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ്. നമ്മളെല്ലാവരും ഇതിനെ പറ്റിയൊക്കെ കുറിച്ച് അറിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇങ്ങനൊരു ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ എനിക്ക് നല്ലൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളും കുറച്ച് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ തോന്നുമെങ്കിലും പക്ഷെ ഒരു തവണ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നമ്മളെ കൊണ്ട് പറ്റും എന്നൊക്കെ നമുക്കൊരു ധൈര്യം ഉണ്ടാവും. ആത്മവിശ്വാസത്തോടെയാണ് ഓരോ മലയാളിയും 101 എന്ന നമ്പറിൽ വിളിക്കുന്നത്. ഏത് അപകടത്തിലും അവരെ രക്ഷിക്കാൻ, ഏത് അപകട സാഹചര്യത്തിലും അവരെ മുന്നിലേക്ക്
ഓടിയെത്തുമെന്ന ഒരു പ്രതീക്ഷയുള്ള നമ്പർ. കേരളത്തിൻ്റെ സ്വന്തം അഗ്നിസുരക്ഷാ സേനയുടെ നമ്പർ. വിശ്വാസം കാത്തുസൂക്ഷിച്ചാണ് അഗ്നിസുരക്ഷാ വകുപ്പിൻ്റെ എൻ്റെ കേരളം പരിപാടിയിലെ സ്റ്റാള് പുരോഗമിക്കുന്നത്. ആകാംക്ഷയോടെ അതിലേറെ ഇഷ്ടത്തോടെയാണ് ഓരോരുത്തരും ഇവിടേക്ക് എത്തുന്നത്. ക്യാമറമാൻ വിവേക് നേമത്തിനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്തെ റേഷൻ വിതരണം പ്രതിസന്ധിയിൽ കണ്ണടച്ചിരുട്ടാക്കുന്ന സമീപനമാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിക്കുള്ളത്. വാതിൽപ്പടി വിതരണക്കാരുടെ സമരം റേഷൻ വിതരണത്തെ ബാധിച്ചിട്ടില്ല എന്ന വിചിത്രവാദമാണ് മന്ത്രി GR അനിൽ ഉന്നയിക്കുന്നത്. സ്റ്റോക്ക് തീർന്ന് ശൂന്യമായി കിടക്കുന്ന റേഷൻ കടകളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും റേഷൻ വിതരണത്തിൽ തടസ്സമില്ലെന്നാണ് മന്ത്രിയുടെ നിലപാട്. ഒന്ന് ഓൺലൈനിൽ നോക്കിയാൽ ഇന്ന് വാങ്ങിയ റേഷൻ കുടുംബങ്ങളുടെ എണ്ണം അറിയാൻ കഴിയും. കുറച്ച് സ്ഥലങ്ങളിൽ ഇത്തരം സമരം ബാധിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ പൊതുവിതരണ രംഗത്ത് ഈ സമരം ഈ സമയത്ത് ബാധിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഒരു മാസമോ 1.5 മാസമോ എല്ലാ കടകളിലും സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് തന്നെ അരി വിതരണത്തെ ബാധിക്കില്ല. അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കേണ്ടതാണ്. അതിനനുസരിച്ച് 2 മാസം കുടിശ്ശിക കൊടുക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രജിത് മോഹനൻ ചേരുന്നു വിവരങ്ങളുമായി. പ്രജിത്ത്, സംസ്ഥാനത്തെ റേഷൻ വിതരണം പ്രതിസന്ധിയിലാണ്, പക്ഷേ അത് സർക്കാർ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഇത് വളരെ കുറച്ച് സ്ഥലങ്ങളിലുള്ള പ്രശ്നം മാത്രമാണ്, അല്ലാതെ സംസ്ഥാന വ്യാപക പ്രതിസന്ധി അല്ല എന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുടേത്. എന്തായാലും നിലവിൽ ഇപ്പോഴും വാതിൽപ്പടി വിതരണക്കാരുടെ സമരം തുടരുകയാണല്ലോ. അതിന്മേലൊരു സമവായം കണ്ടെത്താൻ ഗവൺമെന്റ് തയ്യാറാകുന്നുണ്ടോ? പ്പുറത്തേക്ക് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെ കൂടി നമ്മൾ ഈ പറയുന്ന സമരം ചെയ്യുന്ന വാതിൽപ്പടി വിതരണക്കാരുമായി ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത് തങ്ങൾക്ക് ഒരു പണവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. മന്ത്രി കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചിരിക്കുന്നു, സംസ്ഥാനത്തെ ഈ വാതിൽപ്പടി വിതരണക്കാർക്ക് പണം നൽകാനുള്ള നടപടികളൊക്കെയായി കുറച്ച് പണം കൊടുത്തു തുടങ്ങിയെന്നൊക്കെ. പക്ഷേ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ളതാണ് റേഷൻ ഈ പറയുന്ന സമരം ചെയ്യുന്നവർ പറയുന്നത്. അതോടൊപ്പം തന്നെ മന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ മറ്റൊരു ശ്രദ്ധേയമായ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് മന്ത്രി പറയുകയാണ്, ഈ സമരം ഒരു കാരണവശാലും ബാധിച്ചിട്ടില്ല, സംസ്ഥാനത്തെ റേഷൻ കടകളിലൊക്കെ 1.5 മാസത്തേക്കുള്ള സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അത് വടക്കൻ കേരളത്തിലെ പലയിടങ്ങളിലും മിക്കവാറും സ്ഥലങ്ങളിൽ എന്ന് വേണമെങ്കിലും റേഷൻ വ്യാപാരികൾ പറയുന്നത് വെച്ച് നമുക്കത് സൂചിപ്പിക്കാവുന്നതാണ്. ആ സ്ഥലങ്ങളിൽ ഒരിടത്തും റേഷൻ കടകൾ പൂർണ്ണമായും കാലിയായി കിടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നൽകുന്നത്. എല്ലായിടത്തും ഈ പറയുന്ന രീതിയിൽ അരി സ്റ്റോക്കില്ല എന്നുള്ള ഒരു നോട്ടീസും അവിടെയെല്ലാം പതിപ്പിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാനത്തെ ഈ റേഷൻ കടകളൊക്കെ, റേഷൻ വ്യാപാരികൾ പോലും ഇത്ര വൃത്തിയായ കടകൾ കണ്ടിട്ടുണ്ട്. കാരണം വരുന്ന ഭക്ഷ്യധാന്യങ്ങളും ഒക്കെ സൂക്ഷിച്ച് അതിന്റെ കൈമാറ്റവും ഒക്കെ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് എപ്പോഴും അവിടെ ഈ ചാക്കുകളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ റേഷൻ കടകളിലൊന്നും, നമ്മൾ ഈ പുറത്തു വിടുന്ന ദൃശ്യങ്ങളുള്ള റേഷൻ കടകളിലൊന്നിലും ഒരു ചാക്ക് അരി പോലും ഇല്ല എന്നുള്ളത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ദയനീയമാണ് സംസ്ഥാനത്തെ റേഷൻ കടകളുടെ അവസ്ഥ. അവിടെ വിതരണം ചെയ്യാനുള്ള ഒരു വസ്തു പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിരിക്കുകയാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത് റേഷൻ കടകളിൽ 1.5 മാസത്തേക്കുള്ള സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഈ 1.5 മാസത്തേക്കുള്ള സ്റ്റോക്കുള്ള റേഷൻ കടകൾ എത്ര എണ്ണമുണ്ട് എന്നുള്ളത് കൂടി മന്ത്രി വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 12-ാം തീയതി തുടങ്ങിയ സമരമാണ്. ഇന്നിപ്പോൾ ഇത്രയും ദിവസമായിരിക്കുന്നു. ഈ റേഷൻ ഈ പറയുന്ന സമരം ചെയ്യുന്ന വാതിൽപ്പടി വിതരണക്കാരുമായി ഒരു ചർച്ച നടത്താൻ പോലും മന്ത്രിയും സർക്കാരും തയ്യാറായിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അവർ എപ്പോഴും ചൂണ്ടിക്കാട്ടുന്നതാണ്, സമരങ്ങൾ നടത്തുമ്പോൾ കുറച്ച് തുക അനുവദിച്ച് തടിതപ്പുന്നതാണ് സർക്കാരിന്റെ രീതി എന്നുള്ളത്. ഏതാണ്ട് 2-3 മാസങ്ങൾക്ക് മുൻപാണ് സംസ്ഥാനത്ത് വാതിൽപ്പടി വിതരണവും അവരുടെ സമരവും അതോടൊപ്പം തന്നെ റേഷൻ വ്യാപാരികളുടെ സമരവും ഏതാണ്ട് ഒരേ ദിവസങ്ങളിൽ അടുത്തടുത്ത ദിവസങ്ങളിലൊക്കെ നടക്കുന്നതും റേഷൻ വിതരണം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നതും. അതിലും വലിയ പ്രതിസന്ധിയിലേക്കാണ് സംസ്ഥാനത്തെ റേഷൻ വിതരണം ഇപ്പോൾ നേരിടുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ എവിടെയും റേഷൻ ഉൽപ്പന്നങ്ങൾ കിട്ടാനില്ല, അല്ലെങ്കിൽ കൊടുക്കാൻ തങ്ങളുടെ കയ്യിൽ സ്റ്റോക്കില്ല എന്നുള്ളതാണ് വ്യാപാരികൾ ആവർത്തിച്ച് പറയുന്നത്. അപ്പോഴും സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഈ പറയുന്ന റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവുമില്ല, എല്ലാം ശരിയായി നടക്കുന്നു, എല്ലാം കറക്റ്റായി നടക്കുന്നു എന്നുള്ളത്. പക്ഷേ ദൃശ്യങ്ങൾ സംസാരിക്കുന്നത്, റേഷൻ വ്യാപാരികൾ സംസാരിക്കുന്നത്, ഇതൊക്കെ കൃത്യമായി നമുക്ക് ഈ പറയുന്ന രീതിയിൽ സർക്കാർ പറയുന്നത്, മന്ത്രി പറയുന്നത് തെറ്റായ കാര്യമാണ് എന്ന് സമർത്ഥിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനത്തെ റേഷൻ വിതരണം പൂർണ്ണമായും പാളിച്ചയിലാണ്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ മൺസൂൺ കൂടിയായിരിക്കുന്നു. റേഷൻ വിതരണം നടത്താനുള്ള അരി എവിടെയുമില്ല. അതുകൊണ്ട് തന്നെ റേഷൻ വാങ്ങാൻ എന്നാൽ കാലിയായ കടകൾ കാണിച്ചു കൊടുക്കാതെ മറ്റൊരു മാർഗവും വ്യാപാരികളുടെ മുന്നിലുമില്ല. രോഹിണി. പ്രജിത്ത്, നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയാണ് കുടിശ്ശിക തുക പരമാവധി വീട്ടും എന്ന് ഗവൺമെന്റിന്റെ ഉത്തരവ് വന്നത്. അതനുസരിച്ച് വാതിൽപ്പടി
വിതരണക്കാരുടെ സമരം അവസാനിപ്പിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും സർക്കാർ വച്ചു പുലർത്തിയിരുന്നു. പക്ഷേ അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഇതെല്ലാം തകിടം മറിയുന്ന ഒരു കാഴ്ച കണ്ടതാണ്. ഇപ്പോൾ നിലവിൽ സർക്കാർ ഈ റേഷൻ വിതരണത്തിൽ അടക്കം വരുന്ന പ്രതിസന്ധിയെ കണ്ടില്ല എന്ന് നടിക്കുകയും ഇതിൽ മലക്കം മറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവന നടത്തുകയും ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ റേഷൻ സംവിധാനത്തെ ആശ്രയിച്ച് കഴിയുന്ന വളരെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ നിരവധി ജനവിഭാഗമുണ്ട്. അവരുടെ കഞ്ഞിയിൽ മണ്ണുവാരി ഇടുന്ന ഒരു പ്രവണത കൂടിയല്ലേ സർക്കാർ ഇപ്പോൾ വച്ച് നടത്തുന്നത്? പറയുന്ന ഒരു കണക്കുണ്ട്. സംസ്ഥാനത്തെ തന്നെ 30-35% ആളുകൾ ഈ റേഷൻ ഉൽപ്പന്നത്തെ വളരെ കാര്യമായി 35% ആളുകൾ ഈ റേഷൻ ഉൽപ്പന്നത്തെ വളരെ കാര്യമായി ഉപയോഗപ്പെടുത്തുന്നവരാണ്. അത് കൃത്യമായി വാങ്ങിക്കൊണ്ട് പോയി അതിൽ ഉപജീവനം കഴിക്കുന്നവരാണ് എന്നുള്ളത് അത് ഒരു യാഥാർത്ഥ്യമായ കണക്ക് തന്നെയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ അത്രയധികം ആളുകൾ സംസ്ഥാനത്ത് ഈ റേഷൻ ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ റേഷൻ വിതരണത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ ഡെയിലി വേജസ് അല്ലെങ്കിൽ അന്നന്നത്തെ ജോലി ചെയ്ത് അന്നന്ന് ശമ്പളം വാങ്ങിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ആശ്രയവുമാണ് റേഷൻ കടകൾ എന്നതിലും തർക്കമില്ല. അതുകൊണ്ട് ഒരു പ്രശ്നം ഏറ്റവും പുതിയതായി വരുന്നത് ഈ മൺസൂണാണ്. കാലവർഷം തുടങ്ങിക്കഴിയുമ്പോൾ ഈ പറയുന്ന പലർക്കും അന്നന്നത്തെ ഈ പറയുന്ന രീതിയിലുള്ള പല ജോലികളും ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാതെയാകും. അത് അക്കാലത്ത് ഈ പഞ്ഞമാസം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനൊരു അലങ്കാരികമായി പറയാം. അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ മഴ കാരണം ദിവസവും ജോലിക്ക് പോയി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്ന ആളുകളെ സംബന്ധിച്ചോളം റേഷൻ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് അവരുടെ ആശ്രയം. അപ്പോൾ അത് വിതരണം ചെയ്യാൻ, അത് വാങ്ങാൻ റേഷൻ കടകളിൽ സാധനങ്ങളില്ലെങ്കിൽ ഈ പറയുന്ന സാധാരണക്കാർ തന്നെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കും. അത് ഒരു പ്രത്യേകിച്ച് പഠനങ്ങളോ ഒന്നും ആവശ്യമില്ല, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഈ വിഷയം തന്നെയാണ് കാലവർഷം അടുത്തിരിക്കുന്നുള്ള വിഷയം തന്നെയാണ് റേഷൻ വ്യാപാരികൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ലോഡുകൾ വരികയാണെങ്കിൽ തന്നെ അത് വിതരണം ചെയ്യുന്നതിലും അല്ലെങ്കിൽ ആ ലോഡുകൾ വരുമ്പോൾ വീണ്ടും അത് അളക്കുന്നതും തൂക്കുന്നതും ഒക്കെയുള്ള ഒരുപാട് പ്രായോഗികമായ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് തന്നെ ഓരോ മാസത്തെയും റേഷൻ വിഹിതം കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിൽ ഏറ്റവും ദയനീയം നിറഞ്ഞൊരു അവസ്ഥയെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് പലവിധ സമരങ്ങൾ നടന്നിട്ടുണ്ട്. റേഷൻ കടകളുടെയൊക്കെ അല്ലെങ്കിൽ റേഷൻ കടകളിൽ ഉൽപ്പന്നങ്ങൾ എത്താത്ത പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വലിയ പ്രദേശത്തെ റേഷൻ കടകൾ പൂർണ്ണമായും കാലിയായി കിടക്കുന്ന ഒരു സാഹചര്യം എന്നൊക്കെ കേരളത്തിൽ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്തൊരു വിഷയമാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ റേഷൻ കടകളിൽ പലതും പൂർണ്ണമായും കാലിയായിരിക്കുന്നു. ചില കടകളിലാകട്ടെ ഇപ്പോൾ 1-2 ചാക്ക് അരി മാത്രമുള്ള സാഹചര്യം ഉണ്ടാകുന്നു. മറ്റു ചിലയിടങ്ങളിൽ കുറച്ച് ആളുകൾക്ക് കൊടുക്കാനുള്ള റേഷൻ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു. ചിലയിടങ്ങളിൽ മിക്ക ഉൽപ്പന്നങ്ങളും കിട്ടാനില്ല. അങ്ങനെ പലവിധമായ പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനത്ത് ഈ പറയുന്ന റേഷൻ കടകൾ കടന്നു പോകുന്നത്, റേഷൻ വ്യാപാരികൾ കടന്നു പോകുന്നതുകൊണ്ട് ആളുകൾ വന്ന് സാധനങ്ങൾ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് മടക്കിവിടേണ്ട ഒരു സാഹചര്യം അവർ നേരിടുന്നുണ്ട്. വലിയ പ്രതിസന്ധിയിലൂടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം മുന്നോട്ട് പോകുന്നു. അപ്പോഴും ഇതിൽ 12-ാം തീയതി അവർ സമരം തുടങ്ങുന്നു. പിന്നീട് ഈ കഴിഞ്ഞ 19-ാം തീയതി അന്ന് നമ്മൾ മന്ത്രിയോട് ഈ വിഷയം ഉന്നയിച്ചപ്പോൾ മന്ത്രി പറഞ്ഞത് അവർക്ക് നൽകാനുള്ള പണമായി അതിനുള്ള ഉത്തരവിറങ്ങിയിട്ടുണ്ട്. ട്രഷറിയിൽ നിന്ന് തന്നെ ഇന്ന് തന്നെ ഇതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമെന്നുള്ളതാണ്. ഇന്ന് 19-ാം തീയതി കഴിഞ്ഞ് ഇത്രയും ദിവസമായിരിക്കുന്നു. അത് ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം. കാരണം ട്രഷറിയിൽ പണമുണ്ട്, അത് ഇതിനു വേണ്ടിയിട്ടാണ് ഈ പണം അനുവദിച്ചിരിക്കുന്നതെങ്കിൽ ആ പണം ഈ പറയുന്ന സമരം ചെയ്യുന്ന ആളുകളിലേക്ക് എത്താൻ അധിക സമയമൊന്നും വേണ്ട ഈ പുതിയ കാലത്ത്. പക്ഷേ അപ്പോൾ ട്രഷറിയിൽ പോലും പണമില്ല എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് റേഷൻ വിതരണത്തിന് തങ്ങൾ പണം അനുവദിച്ചു, അതിൻ്റെ ഉത്തരവായിട്ടുണ്ട്, റേഷൻ വിതരണം ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും നേരിടുന്നില്ല എന്നുള്ളത് ഈ കാലിയായി കിടക്കുന്ന റേഷൻ കടകളുടെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴും മന്ത്രി ആവർത്തിക്കുന്നത്. രോഹിണി. ശരി പ്രജിത്ത്, സംസ്ഥാനത്ത് റേഷൻ വിതരണം കടുത്ത പ്രതിസന്ധിയിലൂടെ തന്നെയാണ് നീങ്ങുന്നത്. പക്ഷേ അവിടെ കണ്ണടച്ചിരുട്ടാക്കുന്ന സമീപനമാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിക്കുള്ളത്. യാതൊരുവിധ പ്രതിസന്ധിയുമില്ല എന്നാണ് മന്ത്രിയുടെ നിലപാട്. പ്രജിത്ത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്. ED കൊച്ചി സോണൽ ഓഫീസിന് കനത്ത സുരക്ഷ ഏർപ്പെടുത്തുന്നു. 50 CISF ഉദ്യോഗസ്ഥരെയാണ് ഡൽഹി ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചി ഓഫീസിന്റെ സുരക്ഷയ്ക്കായി അനുവദിച്ചിരിക്കുന്നത്. കടവന്ത്രയിലെ പുതിയ ബഹുനില മന്ദിരത്തിലേക്ക് ഓഫീസ് പ്രവർത്തനം മാറ്റുന്നതോടെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തും. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, പറയൂ. രോഹിണി, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം ED നടത്തിയതോടെയാണ് ഏറ്റവും പ്രധാനമായും ED ഉദ്യോഗസ്ഥർക്കും മറ്റും ഒരു ഭീഷണി ഉണ്ടായി തുടങ്ങുന്നത്. അതിനുശേഷം CPM നേതാക്കളിലേക്കും ചില കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളിലേക്കുമൊക്കെ പല വിധത്തിലുള്ള അന്വേഷണങ്ങൾ എത്തിച്ചേർന്നതോടെ ഇതൊരു രാഷ്ട്രീയ പകപോക്കലിലൂടെ EDക്ക് നേരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം യൂത്ത് കോൺഗ്രസിൻ്റെ DYFIയുടെ ഒക്കെ മാർച്ച് ED ഓഫീസിൻ്റെ അകത്തളം വരെ എത്തുന്നതായ ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ED ഓഫീസുകൾക്ക് കൂടുതൽ സുരക്ഷ
ഒരുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൊച്ചിയിലെ ED ഓഫീസിൻ്റെ സുരക്ഷയ്ക്കായി 50 CISF ഉദ്യോഗസ്ഥരെ അനുവദിച്ചിരിക്കുന്നത്. അത് ഇപ്പോഴത്തെ ഓഫീസിൽ അതിനുള്ള ഒരു സ്ഥലപരിമിതികൾ ഉള്ളതിനാൽ കടവന്ത്രയിലേക്ക് ഓഫീസ് മാറിയതിന് ശേഷമാവും ഈ CISF ഉദ്യോഗസ്ഥർ എത്തുക. ഇപ്പോഴും നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള സമരമോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണിയോ ഉണ്ടായാൽ അവിടെ CISF ഉദ്യോഗസ്ഥർ എത്താറുണ്ട്. എന്നാൽ അത് സ്ഥിരമായി ഒരു സംവിധാനമായി മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള റെയ്ഡും മറ്റും നടത്തുമ്പോഴും CISFൻ്റെ കൂടി ഒരു സുരക്ഷാ വലയം ഇവർക്ക് ഉണ്ടാവണം എന്ന ഒരു കാഴ്ചപ്പാട് കൂടിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനുള്ളത്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ED ഓഫീസുകൾക്ക് ശക്തമായ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി കൊച്ചിയിലെ ED ഓഫീസിനായി 50 ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നത്. രോഹിണി. ശരി, സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. പുത്തൻ പുലരിയുടെ 1 മണിക്കൂർ പിന്നിടുമ്പോൾ നമുക്കിനി അടുത്ത മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ നോക്കി വരാം. കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ പരസ്യമായി പിന്തുണച്ച CPM. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളെ വധിച്ച സൈനിക നടപടിയെ അപലപിച്ചു. ഭീകരരുമായി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് പോളിറ്റ് ബ്യൂറോ. പാകിസ്ഥാന് വീണ്ടും ചൈനീസ് സഹായം. സൈന്യത്തിന് ഉപഗ്രഹ സഹായം ഉറപ്പാക്കാൻ ധാരണ. തീരുമാനം ഭാരതത്തിൽ നിന്ന് കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിനു പിന്നാലെ. ഭരണപ്രതിസന്ധിയിൽ ബംഗ്ലാദേശ്. മുഹമ്മദ് യൂനുസ് രാജ്യസന്നദ്ധത അറിയിച്ചെന്ന് റിപ്പോർട്ട്. തീരുമാനം ആഭ്യന്തര പ്രക്ഷോഭങ്ങളെയും സൈനിക മേധാവിയുടെ അന്ത്യശാസനത്തെയും തുടർന്ന്. തിരുവാങ്കുളത്ത് കൊല്ലപ്പെട്ട 3 വയസ്സുകാരി പീഡനത്തിന് ഇരയായെന്ന് അറിഞ്ഞിരുന്നില്ലെന്ന് അമ്മ. കുട്ടിയുടെ അച്ഛൻ മറ്റൊരു വിവാഹത്തിനൊരുങ്ങിയതും കുട്ടിയെ തന്നിൽ നിന്ന് അകറ്റിയതും കൊലപാതകത്തിന് പ്രേരണയായി. പീഡിപ്പിച്ച പ്രതിക്കായി പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. അന്വേഷണ സംഘത്തെ വിപുലീകരിച്ച് പോലീസ്. എറണാകുളം തിരുവാങ്കുളത്ത് 3 വയസ്സുകാരിയുടെ കൊലപാതക കേസ് അന്വേഷിക്കുന്ന സംഘത്തെ വിപുലീകരിച്ചു. 3 വനിതാ SIമാർ ഉൾപ്പെടെ 4 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. അതേസമയം കുട്ടി പീഡനത്തിനിരയായെന്ന് അറിഞ്ഞിരുന്നില്ലെന്ന അമ്മയുടെ മൊഴി. കുട്ടിയുടെ അച്ഛൻ തന്നെ ഒഴിവാക്കി മറ്റൊരു വിവാഹത്തിനൊരുങ്ങി, കുട്ടിയെ തന്നിൽ നിന്ന് അകറ്റി. ഇതെല്ലാം കൊലപാതകത്തിന് പ്രേരണയായെന്ന് അമ്മ പോലീസിൽ മൊഴി നൽകി. കുട്ടിയെ പീഡിപ്പിച്ച പ്രതിക്കായി പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. കുട്ടിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മയുമായി ഇന്ന് തെളിവെടുപ്പും നടത്തും. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് കുട്ടിയുടെ അമ്മ പറയുന്നതിൽ. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത് കൊലപാതകം നടത്തിയത് ഭർത്താവിനോടുള്ള വ്യക്തിവിരോധം കൊണ്ടാണ്. ഭർത്താവ് മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുകയായിരുന്നു, അല്ലാതെ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നത് അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. പോലീസ് ഇത് മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? ഈ ഘട്ടത്തിലും ഈ കുട്ടിയുടെ അമ്മ പറഞ്ഞിരുന്നത് ഈ കുടുംബത്തോടുള്ള വൈരാഗ്യമാണ്, അവരുടെ കരച്ചിൽ, അവരുടെ കണ്ണുനീര് കാണാൻ വേണ്ടിയാണ് ഈ കുട്ടിയെ കൊന്നത് എന്ന നിലയിലായിരുന്നു. അതായത് കുട്ടിയെ കൊന്നാൽ അതിലൂടെ കുട്ടിയുടെ അച്ഛനോടും മറ്റുമുള്ള ആ ഒരു വൈരാഗ്യം പക തീർക്കാമെന്ന ഒരു ലക്ഷ്യത്തോടെ ആയിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനമായും പറയാവുന്നത് കുട്ടിയുടെ അച്ഛൻ തന്നെ ഒഴിവാക്കി മറ്റൊരു വിവാഹത്തിന് വേണ്ടി കരുക്കൾ നീക്കിയിരുന്നു, ഇല്ലെങ്കിൽ ആലോചിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കുട്ടിയെ തന്നിൽ നിന്നും അകറ്റുന്ന ഒരു സമീപനമാണ് എന്നും ഭർത്തൃവീട്ടുകാർ സ്വീകരിച്ചിരുന്നത്. ഇതിലെല്ലാം കടുത്ത അമർഷമുണ്ടായിരുന്നു. ആ പകയാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് അമ്മ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും മറ്റൊരു വിവാഹം ചെയ്താൽ ആ രണ്ടാനമ്മയുടെ കൂടെ കഴിയുന്നത് അതിനെക്കുറിച്ച് ഓർത്തു, കുട്ടിയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ഓർത്തു. അതുകൊണ്ട് കുട്ടിയെ കൊന്നു എന്ന ഒരു നിലപാടാണ്, ഇല്ലെങ്കിൽ ആ ഒരു മൊഴിയാണ് ഇപ്പോഴും കുട്ടിയുടെ അമ്മ അന്വേഷണ സംഘത്തിന് മുമ്പിൽ അറിയിക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ കുട്ടിയുടെ അമ്മയുടെ തെളിവെടുപ്പടക്കം നടത്തേണ്ടതുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെ പീഡനവുമായി ഏതെങ്കിലും തരത്തിൽ ഈ കൊലപാതകത്തിന് ബന്ധമുണ്ടോ എന്നതിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇപ്പോഴും ചോദിക്കുമ്പോൾ പീഡന വിവരം അറിഞ്ഞിരുന്നില്ല എന്നതാണ് പറയുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ വേണം. അതോടൊപ്പം ഈ കുട്ടിയുടെ ഇളയച്ചനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആ ഇളയച്ചനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ ഇവരുടെ മൊഴികളിലെ വൈരുദ്ധ്യം അത് പ്രധാനമായും വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ഇവരെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലുണ്ടാവും. അതോടൊപ്പം തന്നെയാണ് മറ്റ് ശാസ്ത്രീയമായ പരിശോധനകളെല്ലാം തന്നെ നടത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ
വീട്ടിൽ അമ്മയ്ക്ക് മാനസിക വൈകല്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ആ ഒരു ധാരണയിൽ നിന്നും അന്വേഷണ സംഘം പിന്നോട്ട് പോയി എന്നതാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. വളരെ ആസൂത്രിതമായി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന ഒരു അനുമാനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നതും. ഇതേ സാഹചര്യത്തിൽ തന്നെ കുട്ടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനും അതിൽ കൂടുതൽ പരമാവധി ശിക്ഷ വാങ്ങി നൽകുന്നതിനും വേണ്ടി ഇന്ന് ഇളയച്ചൻ്റെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും. അതിനുശേഷം ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനാണ് അന്വേഷണ സംഘം തീരുമാനിക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഈ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിട്ടുണ്ട്. 4 വനിതകൾ, അതിൽ 3 പേര് SI റാങ്കിലുള്ളവരാണ്. 3 SIമാരടക്കം 4 വനിതകൾ ഉൾപ്പെടുന്ന 22 അംഗ സംഘമായി ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചു. അതിന് നേതൃത്വം നൽകുന്നത് ആലുവ ഡിവൈഎസ്പിയും പുത്തൻകുരിശ് ഡിവൈഎസ്പിയുമാണ്. അവരുടെ നേതൃത്വത്തിലാവും ഈ 2 കേസുകളും, അത് ഒന്ന് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസ്, പുത്തൻകുരിശ് സ്റ്റേഷനിലാണ് പീഡനവുമായി ബന്ധപ്പെട്ട പോക്സോ കേസും എടുത്തിരിക്കുന്നത്. ഈ 2 കേസും തമ്മിൽ ബന്ധപ്പെട്ട് വരാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് 2 ഇടത്തെയും ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ ഈ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ച് ഒരു പ്രത്യേക അന്വേഷണ സംഘമായി രൂപീകരിച്ചിരിക്കുന്നതും. രോഹിണി, സുധീഷ്, അതിസങ്കീർണമായ ഒരു കേസാണ്. കാരണം ഒരു ഭാഗത്ത് കുഞ്ഞിൻ്റെ കൊലപാതകം അത് അമ്മ തന്നെ നടത്തുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷമാണ് അങ്ങേറ്റം നിർണായകമായ മറ്റൊരു വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഏകദേശം 1.5 വർഷമായി കുട്ടിയുടെ അടുത്ത ബന്ധുവിൽ നിന്ന് പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത്. അതായത് 2 കേസുകളാണ് ഒരു കൊലപാതകത്തിലൂടെ മുന്നോട്ട് വരുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ, ഈ 2 പ്രതികൾക്കും പരമാവധി ശിക്ഷ, പഴുതടച്ചുള്ള ഒരു അന്വേഷണം, അത് തന്നെയല്ലേ പോലീസ് ഉദ്ദേശിക്കുന്നത്? രോഹിണി, അങ്ങനെ തന്നെയാണ്. പഴുതടച്ച ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ടുള്ള നീക്കം നടക്കുന്നത്. അതിനുവേണ്ടി കൃത്യമായും ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിക്കുക എന്നത് അതിൽ പ്രധാനമാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും എല്ലാം തന്നെ കുട്ടിയുടെയും ഇളയച്ചൻ്റെയും വീടുകളിൽ പരിശോധന നടത്തിയിരുന്നു. ഒരുപാട് പേര് ഈ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ വന്നു പോയതാണെങ്കിൽ പോലും എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നിന്നും കണ്ടെത്താൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസത്തോടെയായിരുന്നു ഇന്നലെ അല്പം വൈകിയാണെങ്കിലും ഫോറൻസിക് സംഘവും മറ്റും എത്തിയത്. കാരണം ആദ്യഘട്ടത്തിൽ കൊലപാതക കേസ് മാത്രമായിരുന്നതിനാൽ അന്ന് അതിന് ഒരു നടപടി ഉണ്ടായില്ല. എന്നാൽ ഇതിൽ പീഡനം നടന്നു എന്ന് സ്ഥിരീകരിച്ചതോടെയാണ് ഫോറൻസിക് സംഘത്തെ അടക്കം നിയോഗിച്ചുകൊണ്ട് അത്തരം തെളിവുകൾ കൂടി ശേഖരിക്കാനുള്ള നീക്കം നടത്തി. അതോടൊപ്പം തന്നെ ഈ ഇളയച്ചൻ്റെ മൊബൈൽ ഫോൺ അത് ശാസ്ത്രീയ പരിശോധനയ്ക്കായി വാങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നും വളരെ നിർണായക വിവരങ്ങൾ ലഭിക്കും എന്നത് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ ഈ കൊലപാതകത്തിലേക്ക് അമ്മയെ നയിച്ചതിന് അത് ഭർത്തൃ വീട്ടുകാരുടെ പീഡനവും മറ്റ് ക്രൂരമായ ഇടപെടലുകളും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രതികൾ കൂടി ഈ കേസിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. എന്തു തന്നെയായാലും പഴുതടച്ച് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കുറ്റവാളികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉതകുന്ന രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. രോഹിണി, ശരി. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ പരസ്യമായി പിന്തുണച്ച CPM ഛത്തീസ്ഗഡിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ച സൈനിക നടപടിയെ CPM അപലപിച്ചു. കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, വളരെ വിചിത്രമായ ഒരു ആവശ്യവുമായാണ് CPM രംഗത്തെത്തിയിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ പരസ്യമായി പിന്തുണയ്ക്കുന്നു എന്ന് മാത്രമല്ല, ഇവർക്കെതിരായ സൈനിക നടപടിയെ CPM അപലപിക്കുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഈ ഭീകരരുമായി ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നുള്ളൊരു വിചിത്ര വാദവും കൂടി അവർ ആവശ്യപ്പെടുന്നു. എങ്ങനെ കാണാം? രോഹിണി, കഴിഞ്ഞ ദിവസം 27 കമ്മ്യൂണിസ്റ്റ് ഭീകരരെയാണ് ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേന വധിച്ചത്. പ്രത്യേക ഓപ്പറേഷനിലൂടെ CPI മാവോയിസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ബസവരാജുവിനെ ഉൾപ്പെടെ വധിച്ചുകൊണ്ടുള്ള വലിയൊരു നീക്കം സൈന്യം നടത്തി. മാത്രമല്ല, അടുത്ത വർഷം മാർച്ച് മാസത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ പൂർണ്ണമായി രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനാൽ പ്രത്യേക ഓപ്പറേഷനുകൾ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനെ വിമർശിച്ചുകൊണ്ടാണ് CPMന്റെ പോളിറ്റ് ബ്യൂറോ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ഭീകരരുമായി ചർച്ച നടത്തുകയാണ് വേണ്ടത്, അല്ലാതെ ഇത്തരം എൻകൗണ്ടറുകളല്ല വേണ്ടത് എന്ന വിചിത്രമായ നിലപാട് CPIM മുന്നോട്ട് വെച്ചിരിക്കുന്നു. CPM പോളിറ്റ് ബ്യൂറോ പുറത്തിറക്കിയ പ്രസ്താവനയിൽ മാത്രമല്ല, CPMന്റെ ഔദ്യോഗിക
പത്രമായിട്ടുള്ള പീപ്പിൾസ് ഡെമോക്രസിയിൽ ഈ ഭീകരവാദത്തെ ന്യായീകരിച്ചും ഇതിനെതിരെ സൈനിക തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നീക്കങ്ങളെ എതിർത്തുകൊണ്ടും അതിനെ അപലപിച്ചുകൊണ്ടും ലേഖനവും പീപ്പിൾസ് ഡെമോക്രസിയും മറ്റും പുറത്ത് ഇറക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഭീകരവാദത്തെ വെള്ളപൂശുന്ന സമീപനം മുൻപും CPM കൈക്കൊണ്ടിട്ടുണ്ട്. നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് ഭീകരത എന്ന് പറയുമ്പോൾ അത് CPI ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇന്നത്തെ CPM ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്ന് തന്നെ പിന്നീട് പോയതാണ് ഇപ്പോഴത്തെ CPI മാവോയിസ്റ്റ് ആണെങ്കിലും CPIML പോലുള്ള തീവ്ര സംഘടനകളാണെങ്കിലും. അതിനാൽ ഇവരുടെ പോഷക സംഘടനകൾ എന്ന നിലയിൽ തന്നെയാണ് CPM ഈ ഭീകര സംഘടനകളെ രാജ്യത്ത് നിരോധിച്ചിട്ടുള്ള സംഘടനകളെ നോക്കിക്കാണുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനാലായിരിക്കാം ഒരുപക്ഷെ ഈ ജനറൽ സെക്രട്ടറിയെ ഉൾപ്പെടെ വധിച്ച വലിയ ഓപ്പറേഷനെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ പാർട്ടി ഔദ്യോഗികമായി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഗ്രാമീണ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ കേരളത്തിന് കൂടുതൽ സമയം അനുവദിച്ച് കേന്ദ്ര സർക്കാർ. ആവാസ് പ്ലസ് 2024 സർവേ സമയപരിധി ജൂൺ 6 വരെ നീട്ടി. മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഗ്രാമീണ മേഖലയിലെ സർവേ സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെയാണ് തീരുമാനം. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്, ഇത് എത്രത്തോളം ഗുണകരമാണ് ഈ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം? പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നേരത്തെ തന്നെ സംസ്ഥാനത്ത് ഈ പ്രധാനമന്ത്രി ആവാസ് യോജന നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് സുതാര്യമായി നടപ്പിലാക്കേണ്ട ഒരു പദ്ധതി ആ രീതിയിലല്ല സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ലൈഫ് പദ്ധതിയിൽ സർക്കാർ കണ്ടെത്തിയിട്ടുള്ള ചില ഗുണഭോക്താക്കളെയൊക്കെ PM ആവാസ് യോജനയിലേക്ക് തിരികെ കയറ്റുന്നത് ശരിയായിട്ടുള്ള രീതികളല്ല, മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടല്ല തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ BJP അടക്കം ഉയർത്തിയിരുന്നു. അങ്ങനെ സംസ്ഥാനത്തെ ഈ ലൈഫ് പദ്ധതിയുമായി PM ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള നിരവധി ആരോപണങ്ങൾ BJP അടക്കം രംഗത്ത് വെച്ചിരുന്നു. സുതാര്യമായി പദ്ധതി നടപ്പിലാക്കണം തുടങ്ങിയുള്ള ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചു. അതുകൊണ്ട് തന്നെ പല ഉപഭോക്താക്കൾക്കും ഗ്രാമീണ മേഖലയിലൊക്കെ ഈ പദ്ധതിയിൽ ഉൾപ്പെടാൻ അർഹതയുള്ള പലർക്കും ഈ പദ്ധതിയുടെ ഗുണം, പ്രധാനമന്ത്രി കൊണ്ടുവന്ന ഒരു പദ്ധതിയുടെ ഗുണം കിട്ടാതെ പോകുന്നു എന്നുള്ള ആരോപണങ്ങൾ കൂടി വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇതിനൊപ്പം തന്നെയാണ് ഈ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള സർവേ നടപടികൾ ഇഴഞ്ഞു നീങ്ങിയൊരു വിഷയവും ഉണ്ടായത്. പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്തുന്നതിൽ സംസ്ഥാന സർക്കാരിന് വലിയ വീഴ്ചകളും വന്നിരുന്നു. ഒടുവിൽ BJP സംസ്ഥാന അധ്യക്ഷൻ ഈ വിഷയങ്ങൾ കേന്ദ്ര നഗരവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ മുമ്പിലടക്കം ഈ വിഷയങ്ങൾ ഉയർത്തി സംസ്ഥാനത്ത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി നടപ്പിലാക്കുന്നതിനുണ്ടാകുന്ന വീഴ്ചകൾ ചർച്ച ചെയ്തു. തുടർന്നാണ് ഈ പറയുന്ന രീതിയിൽ ഇത്രയും കാലം പദ്ധതി നടപ്പിലാക്കാൻ കഴിയാതെ പോയത്. അതായത് ഈ പറയുന്ന പദ്ധതിയിൽ കണ്ടെത്തേണ്ട ഗുണഭോക്താക്കളെ കണ്ടെത്താൻ കഴിയാതെ, കൃത്യമായി സർവേ നടത്താൻ കഴിയാതെ പോയൊരു സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ വീഴ്ചയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണെങ്കിലും അതിന് കൂടുതൽ അവസരം, അതായത് ജൂൺ 6 വരെ ഇതിനുള്ള സർവേ നടത്താനുള്ള സമയം നീട്ടി നൽകുന്നതിലൂടെ കൂടുതൽ ജനങ്ങൾ ഈ പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടാതെ പോയ കൂടുതൽ ആളുകൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ കിട്ടുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. അതിന് കുറച്ചുകൂടി ദിവസം കൂടി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അനുവദിക്കുന്നു. ഈ സമയത്തിനുള്ളിൽ ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഗ്രാമീണ തലത്തിൽ നടത്തേണ്ട സർവേ, അത് പ്രധാനമന്ത്രി PM ആവാസ് യോജന പ്ലസ് എന്ന രീതിയിലാണ് ആ സർവേ നടക്കുന്നത്. ഹൗസ് ഹോൾഡ് സർവേയാണ്. ഓരോ വീടുകളും കയറി ആ വീടുകളിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി എത്രത്തോളം ആളുകൾക്ക് പുതിയ വീട് വെക്കേണ്ട സാഹചര്യമുണ്ട്, അതിനുള്ള ആനുകൂല്യങ്ങൾ നൽകേണ്ടതുണ്ട്, അതിൻ്റെ എത്രത്തോളം അവരുടെ സാമ്പത്തിക അവസ്ഥയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ട ആ സർവേ അത് കൃത്യമായി നടപ്പിലാക്കാനുള്ള ഒരു അവസരമാണ് സംസ്ഥാന സർക്കാരിന് കേന്ദ്രം നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്ത് PM ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയിട്ടുള്ള എത്രത്തോളം ആ പദ്ധതികൾ നടപ്പിലാക്കി തുടങ്ങിയ വിലയിരുത്തലുകളും ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും. അങ്ങനെ പൂർണ്ണമായും ഈ പദ്ധതിയുടെ ഗുണം കൂടുതൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഈ പറയുന്ന ഇത്രയും ദിവസങ്ങൾ കൂട്ടി നൽകിയതുകൊണ്ട് അതിന് BJP സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് കേന്ദ്ര നഗരവികസന മന്ത്രിയുമായി കണ്ട് സംസാരിച്ച് ആണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നീങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര ഭവന പദ്ധതിയായ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ രജിസ്റ്റർ ചെയ്യാൻ നഗര ഗുണഭോക്താക്കൾക്കുള്ള അവസാന തീയതി ഈ വർഷം ഡിസംബർ വരെ നീട്ടി. നഗരപ്രദേശങ്ങളിലെ യോഗ്യരായ കുടുംബങ്ങൾക്ക് അപേക്ഷിക്കാം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ, താഴ്ന്ന വരുമാനക്കാർ, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗം എന്നിവർക്ക് വീട് ഉറപ്പാക്കുന്ന മോദി സർക്കാരിന്റെ പ്രധാന പദ്ധതിയാണ് PMAY. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ഇടുക്കിയിൽ വികസിത കേരളം യാത്രയുടെ ഭാഗമായി ഇടുക്കി നോർത്ത് ജില്ലാ കമ്മിറ്റിയിലെ കൺവെൻഷനിലാണ് രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്നത്.
ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തൊടുപുഴ പാപ്പുട്ടി ഹാളിലാണ് കൺവെൻഷൻ. നേതാക്കളും പ്രവർത്തകരുമായി നേരിട്ട് സംവദിക്കുന്നതിനൊപ്പം ജില്ലയിലെ പ്രശ്നങ്ങളും പ്രധാന ചർച്ചാ വിഷയമാകും. നാളെ ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയിലെ കൺവെൻഷൻ രാവിലെ 10 മണിക്ക് കട്ടപ്പനയിൽ നടക്കും. വടകരയിലെ വിമത നീക്കത്തിൽ പ്രശ്നങ്ങൾ പഠിക്കാൻ 2 അംഗ കമ്മീഷനെ നിയോഗിച്ച് CPM നേതൃത്വം. CPMലെ അണികളിൽ ഒരു വിഭാഗത്തിന്റെ പിന്തുണയുള്ള PK ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അടുത്തിടെ വടകരയിൽ നടന്ന മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ ആള് കുറഞ്ഞതും CPMനോട് ജനങ്ങൾക്കുള്ള പിന്തുണ കുറയുന്നതിന്റെ ലക്ഷണമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, പറയൂ. രോഹിണി, വടകരയിൽ വിമത നീക്കം വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് CPMനെ സംബന്ധിച്ച് വലിയ തലവേദന സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് ഈ വടകരയിലെ CPMനകത്തെ പ്രശ്നം പഠിക്കാൻ 2 അംഗ കമ്മിറ്റിയെ ഈ CPM നിയോഗിച്ചിരിക്കുന്നത്. പ്രധാനമായും വടകരയിൽ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഈ പാർട്ടിയിൽ CPMൽ ഒരു വിഭാഗത്തിന് വലിയ ജനസമ്മതിയുള്ള അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് വലിയ താല്പര്യമുള്ള CK ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിനെ തുടർന്നാണ് CPMനകത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ആ സമയത്ത് അതിനോടനുബന്ധിച്ച് തന്നെ പാർട്ടിക്ക് വേണ്ടി കൊടിപിടിച്ച CPMലെ അണികൾ തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ നഗരത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് പാർട്ടിക്കെതിരെ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ പാർട്ടി CPM തിരുത്തണം, ഏകാധിപത്യത്തിലേക്കാണ് പാർട്ടിയുടെ പോക്ക്, CPMന് തെറ്റ് പറ്റാം, പക്ഷെ തെറ്റ് മനസ്സിലാക്കി തിരുത്തണം എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങൾ, അതായത് എങ്ങനെയാണോ ഈ CPMന് വേണ്ടി പൊതുനിരത്തിലിരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിച്ച അതേ അണികൾ തന്നെ CPMനെതിരെ പറഞ്ഞ് പ്രത്യക്ഷത്തിൽ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിരന്തരം വടകരയിൽ ഇത്തരത്തിൽ ഈ പാർട്ടി അണികൾ തന്നെ CPMനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് ഈ പ്രശ്നത്തിന്റെ ഒരു തീവ്രത മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ CPM നേതൃത്വം നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ പ്രശ്നം പഠിക്കാൻ 2 അംഗ സമിതിയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ, വടകരയിലെ പാർട്ടിയിലെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നൊരു നിർദ്ദേശം കൂടി CPM നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വടകരയിലെ CPMനെ സംബന്ധിച്ച് വിമത നീക്കം അതിരൂക്ഷമാണ്. പാർട്ടിയിലെ CPMലെ ഒരു വിഭാഗം പാർട്ടി വിടുന്നൊരു സാഹചര്യം അതിവിദൂരമല്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഈ വടകരയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയത് തന്നെ ഈ CPMന് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പാർട്ടിക്കൊപ്പം നിന്ന പാർട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഖാവിനെ 51 വെട്ടുവെട്ടി ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം വടകരയിൽ ഉണ്ടായിരുന്നു. അതോടെയാണ് പാർട്ടിയിലെ CPMലെ പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത്. അതിനുശേഷം പിന്നീട് RMP വന്നു. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ CPM വിടുന്ന ഒരു വിഭാഗം അണികൾ RMPയിലേക്ക് ചേക്കേറാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇത്ര തിടുക്കത്തിൽ ഒരു ഇടപെടൽ നടത്താൻ CPM നേതൃത്വം തയ്യാറാകുന്നത്. മറ്റൊന്ന്, ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത ഒരു പരിപാടി വടകരയിൽ ഉണ്ടായിരുന്നു. ഈ പരിപാടിയിൽ ആള് കുറഞ്ഞതും വടകരയിലെ CPMനോട് അണികൾക്ക് ഒട്ടും താല്പര്യമില്ല എന്നൊരു നിഗമനത്തിലേക്ക് CPM നേതൃത്വം എത്തുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും വടകരയിൽ CPMനെ സംബന്ധിച്ച് വലിയ തലവേദന സൃഷ്ടിക്കുകയാണ്. വടകരയിൽ വിമത നീക്കം അതിരൂക്ഷമാണ്. CPM വിട്ട് CPMനകത്തെ ഒരു വിഭാഗം അണികൾ മറ്റ് പാർട്ടിയിലേക്കും അല്ലെങ്കിൽ പാർട്ടി വിടുന്നൊരു സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് രോഹിണി. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ നിരോധിത പുകയില ഉൽപ്പന്നത്തിന്റെ വൻ ശേഖരം പിടികൂടി. 3489 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ ഇന്നലെ രാത്രിയിലാണ് വയനാട് സ്വദേശി സഫീറിനെ പുകയില ഉൽപ്പന്നങ്ങളുമായി എക്സൈസ് പിടികൂടിയത്. അർജുൻ PS ചേരുന്നു. അർജുൻ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ഈ ഒരു ലോറി പിടികൂടിയത്. അതായത് 3489 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് ഈ ലോറിയിൽ ഉണ്ടായിരുന്നത്. ബീർ വേസ്റ്റ് എന്ന് പറയുന്നത് കൊണ്ടുവന്ന് അതിന്റെ അടിയിലാണ് ഇത്തരത്തിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ, ഹാൻഡ്സ് അടക്കമുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തുവാൻ ശ്രമിച്ചത്. എന്നാൽ എക്സൈസ് ഇത് ഫലപ്രദമായി നേരിടുകയും തുടർന്ന് ഇത് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു നിരോധിത ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നത്
കുട്ടികളെ ലക്ഷ്യം വെച്ചിട്ടാണ്, അതായത് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചാണ് ഇനി സ്കൂൾ തുറക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റു കടകളിൽ എത്തിക്കുക, അവർക്കത് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നത്, ഹാൻസ് അടക്കമുള്ള വസ്തുക്കൾ കൊണ്ടുവന്നത് എന്നുള്ളതാണ് എക്സൈസ് ഉദ്യോഗസ്ഥരടക്കം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ പരിശോധന ഇതിന് പുറകിൽ ഉണ്ടാകും. അതായത് കൂടുതൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഇത്തരത്തിൽ വരുന്നുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കുമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ നമ്മൾ പറയുന്നുണ്ട്. മാത്രമല്ല ഇതിനു മുൻപും ഈ പറയുന്ന വ്യക്തി സഫീർ, അതായത് വയനാട് വാളാട് സ്വദേശിയാണ്. സഫീറിനെ ഇതിനു മുൻപും ഇത്തരത്തിൽ ഈ ഒരു കടത്തുമായി ബന്ധപ്പെട്ട ഈ എക്സൈസ് പോലീസൊക്കെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഇതിന്റെ RC ഓണർ ആലി എന്ന് പറയുന്ന വ്യക്തി, ഇവര് വയനാട് സ്വദേശിയാണ്. ഈ ആലിക്കെതിരെയും ഇത്തരത്തിൽ നേരത്തെ കേസുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത്. എന്നാൽ തന്നെയും ഇന്ന് രാവിലെ വലിയ തോതിലുള്ള ഒരു പുകയില ഉൽപ്പന്നങ്ങൾ, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തുന്ന ഒരു ശ്രമമാണ് എക്സൈസ് പൊളിച്ചത് എന്നുള്ളത് വേണം നമുക്ക് പറയുവാൻ. ശരി, അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നഗരത്തിലെ തെരുവുനായ പ്രശ്നത്തിൽ BJP പ്രക്ഷോഭത്തിലേക്ക്. നഗരസഭയുടെ മുന്നിൽ ഇക്കാര്യം ഉന്നയിച്ച് BJP കൗൺസിലർമാർ ഇന്ന് ധർണ നടത്തും. നഗരത്തിലെ സ്കൂളുകൾ തുറക്കുന്ന സമയം അടുത്തെത്തിയിട്ടും തെരുവുനായ പ്രശ്നം പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ട് തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെയാണ് BJP പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നത്. ടിൻഡു ദാസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ടിൻഡു, തെരുവുനായ പ്രശ്നം സംസ്ഥാനത്തൊട്ടാകെ അതിരൂക്ഷമായിരിക്കുകയാണ്. ദിനം പ്രതി തെരുവുനായയുടെ കടിയേൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയരുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ BJP പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്. നഗരസഭയുടെ അനാസ്ഥയ്ക്കെതിരെ ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ന് BJP കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? രോഹിണി, തിരുവനന്തപുരം നഗരസഭയിലെ പ്രതിപക്ഷവും കൂടിയായിട്ടുള്ള BJP വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കാണ് ഈ തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയിലേക്ക് ഈ പ്രതിപക്ഷ കൗൺസിലർമാർ, BJP കൗൺസിലർമാർ പ്രതിഷേധം നടത്തും. നമുക്കറിയാം, സ്കൂൾ തുറക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും തലസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന തെരുവുനായ ശല്യം, അതിൽ ഇടപെട്ടുകൊണ്ട് അതിലൊരു ശമനമുണ്ടാക്കുവാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഈ വിഷയം പലതവണ പ്രതിപക്ഷ കൗൺസിലർമാർ കൗൺസിൽ യോഗങ്ങളിലും അല്ലാതെയൊക്കെ നഗരസഭയെ അതോടൊപ്പം തന്നെ നഗരസഭയിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയൊക്കെ അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഒരു ഫലപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്താനായിട്ട് നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ തെരുവുനായ ശല്യം വർദ്ധിക്കുന്നുണ്ട്. വന്ധീകരണം ഉൾപ്പെടെയുള്ള ABC ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പറയുമ്പോഴും അത് ഫലപ്രദമായിട്ട് നടക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാന ഇടങ്ങളായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷനുകൾ, സ്കൂളിൻ്റെ പരിസരങ്ങൾ, ഇവിടെയൊക്കെ വലിയ രീതിയിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ നഗരസഭയുമായി ബന്ധപ്പെട്ട് വരുന്ന ഇടങ്ങളിലൊക്കെ ഈ തെരുവുനായ ശല്യം അതിരൂക്ഷമാകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ തന്നെ നഗരസഭ ഈ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുന്നത് എന്ന് നമുക്ക് പറയാനായി സാധിക്കും. എന്തായാലും ഇനി ഏതാണ്ട് കുറച്ച് ദിവസങ്ങൾ, അതായത് ഒരു 6-7 ദിവസങ്ങൾ മാത്രമാണുള്ളത് തലസ്ഥാനത്ത് ഉൾപ്പെടെ സ്കൂളുകൾ തുറക്കാൻ. ഈ സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ കൂടി ഈ വിഷയത്തിൽ കാര്യക്ഷമമായിട്ട് നഗരസഭ ഇടപെട്ടില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് BJP കൗൺസിലർമാർ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ഒരുങ്ങുന്നത്. രോഹിണി. ശരി, ടിൻഡു ദാസ് ആണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് മലമ്പുഴയിലെ ജനവാസ മേഖലയിൽ വീണ്ടും പുലി. എലിവാൽ സ്വദേശി കൃഷ്ണന്റെ വീട്ടിലാണ് പുലി എത്തി നായയെ പിടികൂടിയത്. ഈ വർഷം 4ാം തവണയാണ് കൃഷ്ണന്റെ വീട്ടിൽ പുലി എത്തുന്നത്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, പുലിശല്യം രൂക്ഷമായിരിക്കുകയാണ് പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും വീട്ടുവളപ്പിൽ വരെ എത്തുന്ന പുലിയാണ്. ആശങ്കയുടെ സാഹചര്യമാണോ ഉള്ളത്? തീർച്ചയായിട്ടും വലിയ ആശങ്ക തന്നെയാണ് ഉള്ളത്. പാലക്കാട് മലമ്പുഴ എലിവാലിലെ കൃഷ്ണന്റെ വീട്ടിലാണ് വീണ്ടും പുലി എത്തിയത്. ഇതിപ്പോൾ ഈ വർഷം 4ാം തവണയാണ് ഇവിടേക്ക് പുലി എത്തുന്നത്. കഴിഞ്ഞ 14ാം തീയതിയും ഇവരുടെ വീട്ടിൽ തന്നെ പുലി എത്തുകയും തുടർന്ന് ഈ 3 കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവരുടെ അടുത്തു നിന്നും ഒരു നായയെ പുലി പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് വലിയ ഭീതിയായിരുന്നു അത് സൃഷ്ടിച്ചത്. തുടർന്ന് വനം വകുപ്പ് മന്ത്രി അവിടെ കൂട് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാവുമെന്ന് അവർക്ക് ഉറപ്പുൾപ്പെടെ നൽകിയതാണ്. പക്ഷെ
ഇതുവരെ അവിടെ കൂട് സ്ഥാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സൗരോർജ്ജ വേലിയും മറ്റുമൊക്കെ തകർന്ന് കിടക്കുന്ന ഒരു സ്ഥിതിയുമാണ് പ്രദേശത്തുള്ളത്. അതിനിടയ്ക്കാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുലർച്ചെ അവരുടെ വീട്ടിലേക്ക് വീണ്ടും പുലി എത്തി വീട്ടുകാരുടെ കൺമുന്നിൽ വെച്ച് തന്നെ നായയെ പിടികൂടിയിരിക്കുന്നത്. ഇനി തങ്ങളെ കൂടി പുലി ആക്രമിച്ചാലേ കൂട് സ്ഥാപിക്കുകയുള്ളൂ എന്നാണ് ഈ വീട്ടുകാർ ചോദിക്കുന്നത്. ഏതായാലും ഒരു വർഷത്തിനിടെ 4 തവണ, അതായത് ഈ വർഷം ആരംഭിച്ചതിന് ശേഷം മാത്രം 4 തവണ തുടർച്ചയായി ഈ മേഖലയിൽ പുലി എത്തിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് ഇവർക്കുള്ളത്. ഈ കൃഷ്ണന്റെ വീടിന്റെ ഏതാനും മീറ്ററുകൾക്കപ്പുറത്താണ് വനം വകുപ്പിന്റെ ഓഫീസ് ഉള്ളത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ 14-ാം തീയതി അവിടെ പുലി എത്തി നായയെ പിടികൂടിയിട്ടും വീട്ടുകാരുടെ അടുത്തു നിന്നാണ് നായയെ പിടികൂടിയത്. എന്നിട്ട് പോലും വനം വകുപ്പ് അന്ന് ഈ സംഭവം പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ വീണ്ടും പുലി എത്തിയിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങളുടെ ഇടവേളയിൽ വീണ്ടും പുലി എത്തി വളർത്തുനായയെ പിടികൂടിയിരിക്കുകയാണ്. ശരി, അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി ചെല്ലാനം തീരപ്രദേശത്ത് കടൽ ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ കടലിൽ ഇറങ്ങി സമരം ചെയ്യും. കല്ലില്ലെങ്കിൽ കടലിലേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സമരം. മഴക്കാലപൂർവ്വ താൽക്കാലിക പ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്ന എറണാകുളം ജില്ലാ കളക്ടറുടെ ഉറപ്പും നടപ്പിലായില്ല. നാളെ പുത്തൻതോട് ബീച്ചിലാണ് ചെല്ലാനം കൊച്ചി ജനകീയ വേദി കടലിലിറങ്ങി സമരം ചെയ്യുക. ചെല്ലാനം പഞ്ചായത്തിലെ പുത്തൻതോട് മുതൽ മാനാശ്ശേരി വരെയുള്ള പ്രദേശങ്ങളിൽ ടെട്രാപോഡ് ഉപയോഗിച്ചുള്ള കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കുക. ബഡ്ജറ്റിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 100 കോടി രൂപയുടെ ജിയോ ട്യൂബ് കൊണ്ടുള്ള ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ വാൾ പദ്ധതിയിൽ മാനാശ്ശേരി, സൗദി, ബീച്ച് റോഡ് പ്രദേശങ്ങളെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം പരിഗണിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഏപ്രിൽ 11-ന് ചെല്ലാനം കൊച്ചി ജനകീയ വേദി നടത്തിയ കളക്ടറേറ്റ് മാർച്ചിനെ തുടർന്ന് മെയ് 15-നകം താൽക്കാലിക പ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയിരുന്നതാണ്. എന്നാൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മഴക്കാലപൂർവ്വ താൽക്കാലിക പ്രതിരോധ പ്രവർത്തനങ്ങൾ ചെല്ലാനം തീരത്ത് ആരംഭിച്ചിട്ട് പോലുമില്ലെന്ന് സമരസമിതി ചൂണ്ടിക്കാണിക്കുന്നു. 2025 മാർച്ച് 23 ഞായറാഴ്ച പുത്തൻതോട് കണ്ണമാലി പ്രദേശത്തെ കടൽഭിത്തിയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇപ്പൊ നല്ല വേനൽക്കാലമാണ്. കടൽ കയറിയാൽ ഇതാണ് അവസ്ഥ. ഇവിടുത്തെ വീടുകളെല്ലാം നോക്കി പൊളിഞ്ഞ് കിടക്കി. യാതൊരു സംരക്ഷണ നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഞങ്ങളുടെ അവസ്ഥ കണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ ചെയ്തതാ, പിന്നീട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ആരും ഉണ്ടായില്ല. ഒരു വീട് പോയി രണ്ടാമത്തെ വെച്ച് അടുത്ത പ്രാവശ്യം അതും പോകും. അത്ര അവസ്ഥയിലാണ് ഞങ്ങൾ കിടക്കണത് ഇവിടെ ഉള്ളവര്. കാലവർഷം ആരംഭിക്കുന്നതിന് മുൻപേ ചെല്ലാനത്തെ പല സ്ഥലങ്ങളിലും കടൽ വെള്ളം വീടുകളിലേക്ക് കയറുന്നുണ്ട്. പാതി വഴിയിൽ നിന്നുപോയ ടെട്രാപോഡ് കടൽഭിത്തി പുലിമുട്ടുകളുടെ നിർമ്മാണം പുനരാരംഭിക്കാനുള്ള നടപടികൾ എങ്ങും എത്തിയില്ല. ADB ലോൺ ലഭ്യമാക്കി ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മാണം പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണെന്നും ജനകീയ സമരസമിതി വ്യക്തമാക്കി. തീരദേശത്തെ ജനങ്ങളോട് സംസ്ഥാന സർക്കാർ തുടരുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് സമരം. കല്ലില്ലെങ്കിൽ കടലിലേക്കെന്ന മുദ്രാവാക്യമുയർത്തി ഈ മാസം 24-ന് പുത്തൻതോട് ബീച്ചിൽ സമരം സംഘടിപ്പിക്കും. ജനം, കൊച്ചി. സംസ്ഥാനത്ത് കാലവർഷം 2 ദിവസത്തിനകം. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് നൽകി. തുടർച്ചയായി മഴ ലഭിക്കുന്ന മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീനന്ദ SP ചേരുന്നു. ശ്രീനന്ദ, കാലവർഷം എത്താൻ 2 ദിവസം എന്നുള്ളത് സാങ്കേതികമായിട്ടുള്ള നൽകുന്ന സൂചനയാണ്. പക്ഷേ അതിശക്തമായ മഴ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി കാലവർഷം കൂടി സജീവമാകുന്നതോടുകൂടി ജാഗ്രതാ നിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പുകളൊക്കെ എപ്രകാരമാണ്? തീർച്ചയായിട്ടും രോഹിണി, നിർദ്ദേശങ്ങൾ വരുന്നതേ ഉള്ളൂ. കാലവർഷം എത്താൻ ഇനി 2 ദിവസം എടുക്കുമെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ എന്നാലും നമ്മുടെ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ മഴയ്ക്ക് യാതൊരുവിധ ശമനവുമില്ല. സ്കൂളുകൾ തുറക്കാറായപ്പോൾ ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം തന്നെ നല്ല രീതിക്ക് തന്നെ ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റ് ജില്ലകളിലെല്ലാം തന്നെ ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ തിരുവനന്തപുരത്ത് രാവിലെ മുതൽ തന്നെ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ്. മഴ മാത്രമല്ല, കാറ്റും അത് തന്നെ ഇടിമിന്നലോട് കൂടിയ മഴയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നത്. മറ്റ് ജില്ലകളിലും കൊല്ലം ഒഴികെയുള്ള മറ്റ് ജില്ലകളിലെല്ലാം തന്നെ ശക്തമായ മഴയാണ് തുടരുന്നത്. തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാലവർഷം മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായി പെയ്ത ജില്ലകളിൽ ഇന്നും ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളും ആളുകൾ തീരപ്രദേശങ്ങളിൽ പോകുന്നവരോട്, മത്സ്യത്തൊഴിലാളികളോട് പോകരുതെന്നും അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ അവരോട് ജാഗ്രത പാലിക്കണമെന്നുമുള്ള ഒരു നിർദ്ദേശം
നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും 2 ദിവസത്തിനകം കാലവർഷം എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടത് മൂലമാണ് ഇത്രയും പെട്ടെന്ന് ഇവിടെ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ മഴക്കെടുതികൾ രൂക്ഷമാകാനുള്ള സാധ്യതകളെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. സമുദ്ര ഗവേഷണ പഠന വകുപ്പും ഇത് തന്നെയാണ് പറയുന്നത്. മത്സ്യത്തൊഴിലാളികളോടും അതുപോലെ തീരപ്രദേശികളോടും ജാഗ്രത പുലർത്തണമെന്നും പ്രതിഭാസത്തിനുള്ള സാധ്യതകൾ വരും ദിവസങ്ങളിൽ കൂടുതലാണെന്നും കൂടി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. രോഹിണി. ശരി ശ്രീനന്ദ, എന്തായാലും സംസ്ഥാനത്ത് കാലവർഷം 2 ദിവസത്തിനകം എത്തുമെന്നുള്ള മുന്നറിയിപ്പുകൾ വരുമ്പോൾ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴ തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. തുടർച്ചയായി മഴ ലഭിക്കുന്ന മേഖലകളിൽ ജാഗ്രത നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ മുതൽ അതിശക്തമായ മഴ തന്നെയാണ് നിലവിലിപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. SP ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റ് വാർത്തകളിലേക്ക്. കോഴിക്കോടും കണ്ണൂരും എറണാകുളത്തും കടലാക്രമണത്തിന് സാധ്യത. കോഴിക്കോട് ചോമ്പാലം മുതൽ രാമനാട്ടുകര വരെ ഇന്നും നാളെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര പരിസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കണ്ണൂർ വളപട്ടണം മുതൽ ന്യൂ മാഹി വരെയും മുനമ്പം മുതൽ മുറവക്കാട് വരെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലക്കാട് ഒറ്റപ്പാലത്ത് പ്രഭാത സവാരിക്ക് ഇറങ്ങിയവർക്ക് നേരെ തെരുവുനായ ആക്രമണം. 2 പേർക്ക് സാരമായി കടിയേറ്റു. പേപ്പട്ടിയാണെന്നാണ് സംശയം. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, പറയൂ. ഒറ്റപ്പാലത്താണ് പ്രഭാത സവാരിക്ക് ഇറങ്ങിയവർക്ക് നേരെ തെരുവുനായ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മായന്നൂർ പാലത്തിന് മുകളിൽ നടക്കാൻ ഇറങ്ങിയവരെയാണ് നായ കടിച്ചത്. 2 പേർക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ഒറ്റപ്പാലത്തെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പേപ്പട്ടിയാണ് ഇവരെ കടിച്ചതെന്നാണ് സംശയം. സാധാരണ ഈ പ്രദേശത്ത് നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഈ തെരുവ് നായകളും മറ്റുമൊക്കെ റോഡരികിൽ ധാരാളം കാണാറുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. മാലിന്യമൊക്കെ പലയിടത്തും വഴിയരികിലൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതിയും പ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ തെരുവ് നായ കൂടുതലായി ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ഒരു പരാതിയും നാട്ടുകാർ പറയുന്നുണ്ട്. നിലവിൽ ഏതായാലും 2 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റിരിക്കുകയാണ്. പേപ്പട്ടിയാണ് കടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്. റിസർവോയർ ഭൂമിയെ അനധികൃതമായി മണ്ണിട്ട് നികത്തിയെടുക്കുന്നതായി പരാതി. തിരുവനന്തപുരം വെള്ളനാട് അരുവിക്കര കൂവക്കുടി പാലത്തിന് സമീപമുള്ള ഭൂമിയാണ് മണ്ണിട്ട് മൂടുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നത്. അരുവിക്കര നദിയിലെ മണൽ നീക്കത്തിന്റെ മറവിൽ സർക്കാർ ഭൂമി നികത്തിയെടുക്കുന്നത് എന്നും പരാതിയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളം എത്തിക്കുന്ന പ്രധാന ജലസ്രോതസ്സാണ് അരുവിക്കര ഡാം. കാലങ്ങളായി ഡാമിൽ അടിഞ്ഞുകൂടിയ ചെളിയും മണ്ണും കാരണം വെള്ളത്തിന്റെ ഒഴുക്ക് കുറഞ്ഞു. ഇതോടെ ഡാമിലെ ചെളിയും മണലും നീക്കം ചെയ്യാൻ സർക്കാർ കരാർ കമ്പനി ഏർപ്പെടുത്തി. ഇങ്ങനെ നീക്കം ചെയ്യുന്ന മണൽ റിസർവോയർ ഭൂമിയിലാണ് ഇടുന്നത്. എന്നാൽ സാധാരണതയിൽ കൂടുതൽ മണ്ണ് റിസർവോയർ ഭൂമിയിൽ ഇട്ട് മൂടി അനധികൃതമായി സർക്കാർ ഭൂമി കയ്യേറ്റം നടക്കുന്നു എന്നാണ് നാട്ടുകാരുടെ ആരോപണം. അപ്പോൾ ഇവിടെ ഈ മണൽ എടുക്കുന്നതിന്റെ മറവില് ഈ സ്ഥലം കയ്യേറിയിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ മറവിൽ നികത്തി സ്വകാര്യ വ്യക്തികൾക്ക് കയ്യേറുവാനുള്ള ഒരു അവസരമാണ് നമ്മുടെ ഗവൺമെൻറ്റും വാട്ടർ അതോറിറ്റിയും കൂടെ ചേർന്ന് നടപ്പാക്കുന്നതെന്ന് ഞങ്ങൾക്ക് വളരെ സംശയമുണ്ട്. അപ്പോൾ ഇത് സംരക്ഷിക്കണം, ഈ നിയമവിരുദ്ധ പ്രവർത്തനത്തിനെ തടയണം, ഇത് ചെയ്ത ആൾക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. വാട്ടർ അതോറിറ്റിയിൽ വിഷയം പരാതിയായി നാട്ടുകാർ തൊട്ടടുത്ത് കൊണ്ട് ഡംപ് ചെയ്ത് നിറയ്ക്കുകയും ചെയ്തു. അത് റിസർവ് മേഖലയിലാണ്, വെള്ളം കെട്ടി നിർത്തേണ്ട സ്ഥലത്താണ്. ഇത് തീർച്ചയായിട്ടും ഇത് ചില കമ്പനികൾക്ക് വേണ്ടി ലാഭമുണ്ടാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കൽ മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് ഗുണകരമായ ഒരു പരിപാടിയല്ല. ഇത് സർക്കാരും മറ്റ് സംവിധാനങ്ങളും ഇത് പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകണം. നിലവിൽ ഡാമിലെ റിസർവോയർ ഭൂമിയിൽ ഡ്രഡ്ജിംഗ് സജീവമായി നടക്കുന്നുണ്ട്. അനധികൃതമായി ഭൂമി കയ്യേറ്റം നടന്നാൽ വൃഷ്ടിപ്രദേശവുമായി ചേർന്ന് കിടക്കുന്ന ഭൂമിയായതിനാൽ അതിശക്തമായ മഴയിൽ നദി കരകവിഞ്ഞൊഴുകുകയും ഡാമിന്റെ നിലനിൽപ്പിനെ ബാധിക്കുകയും ചെയ്യും. നിലവിൽ മണലിട്ട് നികത്തുന്ന നടപടിയിൽ നിന്നും വാട്ടർ അതോറിറ്റി പിന്മാറിയില്ല എങ്കിൽ ഹരിത ട്രിബ്യൂണലിൽ ഉൾപ്പെടെ പരാതി നൽകുമെന്നും നാട്ടുകാർ ജനം ടിവിയോട് പറഞ്ഞു. ജനം, തിരുവനന്തപുരം. മാധ്യമപ്രവർത്തകൻ ബിജു ഇലകൊള്ളൂർ സംവിധാനം ചെയ്ത ഹ്രസ്വചിത്രം ഡ്രീം ലാൻഡ് പൂനെ രാജ്യാന്തര ഹ്രസ്വചിത്രമേളയിൽ ഇടം നേടി. മത്സര വിഭാഗത്തിലാണ് ചിത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. JK പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജോൺ പി കോശിയാണ് ഹ്രസ്വചിത്രത്തിന്റെ നിർമ്മാണം. ഛായാഗ്രഹണം PV രഞ്ജിത്തും എഡിറ്റിംഗ് മനീഷ് മോഹനും നിർവഹിച്ചിരിക്കുന്നു. മാധ്യമപ്രവർത്തക അഞ്ജു ജയപ്രകാശ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു.
70-കാരിയായ ഭാര്യയുടെ ഓർമ്മയ്ക്കായി ആർട്ട് ഗാലറി ഒരുക്കി ചിത്രകാരൻ. ആലപ്പുഴ പുന്നപ്ര സ്വദേശിയായ അലക്സാണ്ടർ ദേവസയാണ് ജർമ്മൻ സ്വദേശിനിയായ ഭാര്യ സിൽവി ബറ്റ്ലയുടെ ഓർമ്മകളെ കാഴ്ചക്കാർക്ക് മുന്നിലെത്തിക്കുന്നത്. ഇരുവരും ചേർന്ന് നിർമ്മിച്ച സ്വപ്ന സൗധം ഇന്ന് സിൽവിയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ആർട്ട് ഗാലറിയാണ്. ജർമ്മൻകാരി സിൽവി ബാണ്ട്ലേക്ക് കേരളത്തോടുള്ള സ്നേഹത്തിന്റെ സ്മാരകമാണിത്. ചെട്ടിക്കാട് കടപ്പുറത്തേക്കുള്ള വഴിയരികിലെ പുന്നമരങ്ങൾ തണൽ വിരിച്ച കുളവും അതിനു ചുറ്റുമുള്ള സ്ഥലവും എഴുത്തുകാരിയും ചിത്രകാരിയുമായ സിൽവിയുടെ മനസ്സ് കീഴടക്കിയത് 21 വർഷം മുമ്പാണ്. ഭർത്താവും ചിത്രകാരനുമായ അലക്സാണ്ടർ ദേവസിക്കൊപ്പം ആ സ്ഥലം വാങ്ങി അവിടെ അവരുടെ ആഗ്രഹപ്രകാരം ഉണ്ടാക്കിയതാണ് സിൽവിയാണ്ടർ ഹൗസ് എന്ന ഈ വീട്. ആലപ്പുഴ പുന്നപ്ര സ്വദേശിയായ അലക്സാണ്ടർ ദേവസ്യ ചിത്രകലയിൽ ബിരുദാനന്തര ബിരുദത്തിനു ശേഷം രാജ്യത്തും വിദേശത്തും ചിത്ര പ്രദർശനങ്ങളും കലാപ്രവർത്തനങ്ങളുമായി നടക്കുന്ന കാലത്താണ് 1991 കോവളത്ത് വെച്ച് സിൽവി ബാണ്ട്ലെ പരിചയപ്പെട്ടത്. സൗഹൃദം പ്രണയമായി. 1999 ഇരുവരും ഒരുമിച്ച് ജീവിതം തുടങ്ങി. ജർമ്മനിയിൽ ജീവിക്കുമ്പോഴും സെൽവിക്ക് കേരളത്തോട്, പ്രത്യേകിച്ച് ആലപ്പുഴയോട് അതിയായ സ്നേഹമായിരുന്നു. 2012 ജർമ്മനിയിലെ ജീവിതം അവസാനിപ്പിച്ച് ഇരുവരും ഇവിടെ താമസം തുടങ്ങി. പുന്നമരങ്ങൾ തണലിട്ട കുളക്കരയിലേക്ക് തുറക്കുന്ന ജാലകങ്ങളുള്ള വീടിന്റെ പ്ലാനും സിൽവിയുടേതായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ രോഗബാധിതയായ സിൽവി മരിച്ചു. സിൽവിയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന വീട് സന്ദർശകർക്കായി തുറന്നു കൊടുക്കുകയാണ് അലക്സാണ്ടർ. പ്രധാനമായിട്ടും കക്ഷിയുടെ സ്നേഹത്തിൻ്റെയും ഞങ്ങൾ തമ്മിലുള്ള ഒരു പ്രണയത്തിൻ്റെ തന്നെയാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അതിൻ്റെ ഒരു സ്മരണയായിട്ടാണ് ഈ സിൽവിയാണ്ടർ ഹൗസ് നിലനിൽക്കുകയും ഭാവിയിൽ നിലനിൽക്കുകയും വേണം. അതിനുവേണ്ടി ഞാനൊരു ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഭാവിയിൽ മുന്നോട്ട് പോകണമല്ലോ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് സജീവമായിട്ട് അത് ചെയ്യും. 2003 തൊട്ടുള്ള ഓർമ്മകളാണ്. ഈ വീടിൻ്റെ ഓരോ മുക്കിനും മൂലയിലും ഞങ്ങൾ രണ്ടും കൂടെ ചർച്ച ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്ത് എല്ലാം ശരിയാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്പന്ദനം ഉണ്ടെന്നാണ്, പ്രകാശം പോലെ സിൽവി എൻ്റെ കൂടെ ഉണ്ടെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. ജർമ്മനിയിൽ ജോലിക്കായി പോയ സിൽവിയും അലക്സാണ്ടറും സിൽവി രോഗബാധിതയായതോടെയാണ് നാട്ടിൽ മടങ്ങിയെത്തിയത്. മരണശേഷം തന്നെ ആലപ്പുഴയിലെ വീട്ടുമുറ്റത്ത് സംസ്കരിക്കണമെന്നായിരുന്നു സിൽവിയുടെ ആഗ്രഹം. പ്രകൃതിയെ സ്നേഹിച്ചിരുന്ന സിൽവിക്ക് അവരുടെ ആഗ്രഹപ്രകാരം അലക്സാണ്ടർ വീടിന് സമീപം അന്ത്യവിശ്രമമൊരുക്കി. 2024 സെപ്റ്റംബർ 29 മരണപ്പെടുകയും ഇവിടെ കക്ഷിയുടെ ആഗ്രഹപ്രകാരം ഞാൻ ഈ കല്ലറയിൽ അടക്കം ചെയ്യുകയും ഒക്കെ ചെയ്തു. അങ്ങനെ സിൽവിയുടെ 70ാം ബർത്ത്ഡേക്ക് ഈ 2025 ഏപ്രിൽ 13 സിൽവിയാണ്ടർ ഹൗസ് വീണ്ടും റീഓപ്പൺ ചെയ്ത് വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. ആർട്ട് ഗാലറിയുടെ ചുമരുകളിൽ സിൽവിയും അലക്സാണ്ടറും വരച്ച ചിത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. വീട് പണിയുമ്പോൾ തന്നെ ഇതൊരു ആർട്ട് ഗാലറി ആക്കണമെന്ന് ഇരുവരും ആഗ്രഹിച്ചിരുന്നതാണ്. ആ സ്വപ്നമാണ് സിൽവിയുടെ മരണശേഷം അലക്സാണ്ടർ പൂർത്തിയാക്കിയത്. സിൽവിയുടെ ജന്മദിനമായ ഏപ്രിൽ 13 പ്രണയസ്മാരകം സന്ദർശകർക്കായി തുറന്നു നൽകിയത്. ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം നിഷ ദിലീപ്, ജനം, ആലപ്പുഴ. നിർമ്മാണത്തിലെ അപാകതയെ തുടർന്ന് ചാലക്കുടി വെട്ടുകടവ് പാലം അറ്റകുറ്റപ്പണികൾക്കായി ഭാഗികമായി അടച്ചു. ഭാരവാഹനങ്ങൾക്ക് പരിപൂർണ നിയന്ത്രണം ഏർപ്പെടുത്തി. നിർമ്മാണത്തിന് ശേഷം അപ്രോച്ച് റോഡിൽ വലിയ താഴ്ചയുണ്ടായതിനെ തുടർന്നാണ് അറ്റകുറ്റപ്പണി. 2013 നിർമ്മാണം പൂർത്തിയാക്കിയ പാലത്തിന്റെ അപ്രോച്ച് റോഡ് പല ഘട്ടങ്ങളിലായി താഴ്ന്നിരുന്നു. നിർമ്മാണത്തിൽ സംഭവിച്ച ഗുരുതര വീഴ്ചയാണ് അപ്രോച്ച് റോഡ് ഇടിഞ്ഞു താഴാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. പാല നിർമ്മാണ സമയത്ത് തന്നെ അപ്രോച്ച് റോഡിനെ ചൊല്ലി വലിയ വിവാദങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. പാലത്തിന്റെ 2 ഭാഗത്തെയും അപ്രോച്ച് റോഡുകൾ ഒരേപോലെ താഴുകയായിരുന്നു. ഇതിനൊപ്പം പാലത്തിന്റെ സ്പാനുകൾക്കിടയിലും വിടവുകൾ ഉണ്ടായി. സാധാരണ പാലവും അപ്രോച്ച് റോഡും തമ്മിൽ മണ്ണിട്ട് പൊക്കി വശങ്ങൾ കെട്ടി സംരക്ഷിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. എന്നാൽ ഇവിടെ കരിങ്കൽ അടുക്കി പുഴയിലെ ചെളിയും മണ്ണും ഇട്ടാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. കരിങ്കല്ലിന്റെ കൂടെ ഇട്ടിരുന്ന മണ്ണ് ഒലിച്ചു പോയതോടെയാണ് റോഡ് താഴുവാനും കുഴി രൂപപ്പെടുവാനും തുടങ്ങിയത്. ചാലക്കുടി
മേലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വെട്ടുകടവ് പാലം 2013 അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഈ പാലത്തിന്റെ പ്രദേശത്ത് വിള്ളലുകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ബ്രിഡ്ജസ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അടുത്ത് അത് പരിശോധിക്കാനും അറ്റകുറ്റകൾ നടത്താനുമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 10 ലക്ഷം രൂപ വരുന്ന എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. പാലത്തിന്റെ കൈവരികൾക്കടുത്തായി ഏകദേശം 8 അടിയോളം കുഴിച്ചു മാറ്റിയാണ് നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. ഇതുപോലെ 2 ഭാഗത്തും നിർമ്മാണം പൂർത്തിയാക്കണം. 2010 നിർമ്മാണം ആരംഭിച്ച് 2013 ഗതാഗതത്തിന് തുറന്നുകൊടുത്ത പാലം ഇതിനോടകം പലവട്ടം അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഇത് അശാസ്ത്രീയ നിർമ്മാണം മൂലമാണെന്ന് വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ കഴിഞ്ഞ 2 മാസമായി ദീർഘദൂര യാത്രക്കാർ ആശ്രയിക്കുന്നത് ഈ വഴിയാണ്. അറ്റകുറ്റപ്പണികൾക്കായി ഈ സമയത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് യാത്രക്കാരെ കൂടുതൽ ദുരിതത്തിലാക്കും. ജനം, തൃശൂർ. കോഴിക്കോട് കോർപ്പറേഷൻ കെട്ടിടത്തിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഇന്ന് ചർച്ച. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മേയറുമായി കൂടിക്കാഴ്ച നടത്തും. അതേസമയം ജില്ലാ കളക്ടർ ചീഫ് സെക്രട്ടറിക്ക് ഉടൻ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, വിവരങ്ങൾ. രോഹിണി, കോഴിക്കോട് കോർപ്പറേഷൻ കെട്ടിടത്തിലെ തീപിടുത്തവുമായി സംബന്ധിച്ച് ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് കോർപ്പറേഷൻ മേയറുമായി ചർച്ച നടത്തും. അതായത് ഇവർ പ്രധാനമായും വ്യാപാരികൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം അന്ന് തീപിടുത്തം കഴിഞ്ഞ ഞായറാഴ്ച അടച്ച കടകളാണ്. ഇതിൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. മറ്റു ഭാഗത്തുള്ള കടകളടക്കം ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. അത്തരത്തിൽ അടഞ്ഞു കിടക്കുന്ന കടകൾ എന്ന് തുറക്കാൻ സാധിക്കും? മാത്രമല്ല ഈ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിച്ചു. ആ നഷ്ടം, അതിന്റെ കണക്കുകൾ എത്രത്തോളം ഉണ്ട്, എന്ന് അടച്ചിട്ട കടകൾ എന്ന് തുറക്കാൻ കഴിയും? ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഈ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും മേയറുമായി നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ചർച്ചയാവുക. മറ്റൊന്ന്, ഇതിൽ പ്രധാനമായും ഈ വ്യാപാരികൾ ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കോർപ്പറേഷന്റെ അനുവാദത്തോടു കൂടിയാണ് തങ്ങൾ ആ കെട്ടിടത്തിൽ മറ്റ് നിർമ്മാണങ്ങളൊക്കെ തന്നെ നടത്തിയിരിക്കുന്നത്. ഈ നിർമ്മാണം നടത്തിയതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷന് കൃത്യമായി തന്നെ തങ്ങൾ പണം നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ വ്യാപാരികൾ ജനൻ ടിവിയോടക്കം വെളിപ്പെടുത്തിയിരുന്നു. ഇത് സംബന്ധിച്ചും പക്ഷേ കോർപ്പറേഷൻ മേയർ ഈ കാര്യം നിഷേധിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കൂടി ഇന്നത്തെ ഈ ചർച്ചയിലൂടെ സാധിക്കും എന്നതാണ്. ഈ എങ്ങനെ തീപിടുത്തം ഉണ്ടായി, ഈ തീപിടുത്തം ഉണ്ടായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യഥാർത്ഥ തീപിടിച്ചതിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും കാണാമറിയത്താണ്. എന്താണ് തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം എന്ന് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. പ്രാഥമികമായ അന്വേഷണം ഈ ഫയർഫോഴ്സിന്റെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഈ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് 2 ദിവസത്തിനകം തന്നെ കൈമാറും എന്നതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോഴും കൃത്യമായി ഈ തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് ഇപ്പോഴും അധികൃതർക്ക് പൊതുജന സമൂഹത്തോട് വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. എന്തായാലും ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരിക. മറ്റൊന്ന്, കോർപ്പറേഷൻ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തി പ്രാഥമികമായ റിപ്പോർട്ട് കളക്ടർക്ക് നൽകിയിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ടിൽ വ്യക്തതയില്ലെന്നാണ് കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ ഒരിക്കൽ കൂടി ഇത് പ്രാഥമികമായ അന്വേഷണം നടത്തിയതിനു ശേഷം ഈ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. രോഹിണി. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. സർവകലാശാല ഭേദഗതി ബിൽ വിദ്യാർത്ഥി വിരുദ്ധമെന്ന് ABVP. കേരളത്തിലെ സർവകലാശാലകളെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഇടത് സർക്കാർ നടത്തുന്നത്. കൂടാതെ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുവാദം നൽകുന്ന തീരുമാനത്തിൽ ഫീസ് റെഗുലേഷൻ കമ്മിറ്റി ഇല്ലാത്തത് അംഗീകരിക്കാനാവില്ലെന്നും ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് കൊല്ലത്ത് പറഞ്ഞു. കേരളത്തിലെ സർവകലാശാലകളെ പരിപൂർണമായും സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെയാണ് സർവകലാശാല നിയമ ഭേദഗതി ബിൽ നിയമസഭയിൽ പാസാക്കിയത് എന്നതാണ് ABVPയുടെ ആരോപണം. ബിൽ നിയമമാകുന്നതോടെ ചാൻസലറുടെ പരിധിയിൽ വരുന്ന ഭരണാധികാരങ്ങൾ പലതും പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ലഭ്യമാകും. വൈസ് ചാൻസലറുടെ അധികാരത്തിന് തുല്യമായി സിൻഡിക്കേറ്റ് നിയോഗിക്കുന്ന രജിസ്ട്രാർ മാറുന്നു. നിലവിൽ പ്രോ വൈസ് ചാൻസലറുടെ യോഗ്യത പ്രൊഫസർ ആയിരുന്നെങ്കിൽ വേണ്ടപ്പെട്ടവരെ നിയമിക്കുവാൻ അസോസിയേറ്റ് പ്രൊഫസർ മതിയെന്ന് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. കൂടാതെ അധ്യാപകരെ സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളെയും പരിപാടികളെയും വിമർശിക്കുന്നതിൽ നിന്ന് കർശനമായി വിലക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലൂടെ സർവകലാശാലകളെ പൂർണ്ണമായും രാഷ്ട്രീയവത്കരിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് ആവശ്യപ്പെട്ടു. ഇടതുപക്ഷത്തിന്റെ ഒരു ഇടതുവൽക്കരണം വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചുവപ്പുവൽക്കരണത്തിന് വേണ്ടിയിട്ട് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഒരു സർവകലാശാല സ്വയംഭരണത്തെ തകർത്തുകൊണ്ട് അത് ഒരു ചുവപ്പ് കോട്ടയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ നിയമിക്കുന്ന ആൾക്കാരെ വൈസ് ചാൻസലറായിട്ടും അവർക്ക് വേണ്ട ആൾക്കാരെ വൈസ് ചാൻസലറാക്കി നിയമിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ കുറച്ചുകൊണ്ട് അസോസിയേറ്റ് പ്രൊഫസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ അങ്ങനെ തരത്തിലുള്ള ആൾക്കാരെ വൈസ് ചാൻസലർ ആക്കാം എന്നുള്ള തരത്തിലുള്ള ഭേദഗതികൾ കൊണ്ടുവരുന്നു. അതുപോലെ സ്വകാര്യ സർവകലാശാലയ്ക്ക് 10 ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ ആക്കാമെന്ന് പറയുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ടുള്ള കൂടുതൽ മാനദണ്ഡങ്ങളോ വ്യക്തതകളോ വരുത്താൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല. അതിൽ OBC, SC, ST വിദ്യാർത്ഥികൾ അവരുടെ പഠനം എങ്ങനെയാണ്, BPL വിദ്യാർത്ഥികളുടെ പഠനം എങ്ങനെയാണ്, ഇതിലൊന്നും ക്ലാരിറ്റി വരുത്തുവാൻ വേണ്ടിയിട്ട് സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. സ്വകാര്യ സർവകലാശാലകൾക്ക് അനുവാദം നൽകുന്ന തീരുമാനത്തിൽ ഫീസ് റെഗുലേഷൻ കമ്മിറ്റി ഇല്ലാത്തത് അംഗീകരിക്കാനാവുന്നതല്ല. സർക്കാർ സർവകലാശാലകളിൽ ഫീസ് ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയാണ്. സർവകലാശാല നയത്തിൽ ഫീസ് റെഗുലേഷൻ, റിസർവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉടൻ തീരുമാനമെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സർവകലാശാല അമെൻമെന്റ് ബില്ല് അതുവഴി ഇത് മൊത്തം സർവകലാശാലകളെ സർക്കാരിൻ്റെ പരിധിയിലാക്കാൻ വേണ്ടി ശ്രമത്തിലാണ് സർക്കാർ, ഇടതുപക്ഷ സർക്കാർ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സർവകലാശാല ബില്ല് വരുന്ന സമയത്ത് സ്വകാര്യ സർവകലാശാല വരുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായിരുന്നു. ഇതുവരെ ഒരു ഫീസ് റെഗുലേഷൻ കമ്മിറ്റിയെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കേരളത്തിലെ സർക്കാർ സർവകലാശാലകളിൽ ഫീസ് ഗണ്യമായി ഉയർത്തുകയും അതോടൊപ്പം തന്നെ സ്വകാര്യ സർവകലാശാല വരുന്ന സമയത്ത് ഫീസ് നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീസ് റെഗുലേഷൻ കമ്മിറ്റിയെ നിയമിക്കാൻ വേണ്ടിയിട്ടോ അതിനുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി സർക്കാർ തയ്യാറായിട്ടില്ല. ഇടതു സർക്കാരിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾക്കെതിരെയും സർവകലാശാലകളിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനെതിരെയും ABVP ശക്തമായ പ്രതിരോധം തീർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനം, കൊല്ലം. കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിന് പിന്നിൽ ഹവാല പണമിടപാട്. പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയ കൊടുവള്ളി പോലീസ് 3 പേർ പിടിയിലായെങ്കിലും മുഖ്യ പ്രതികൾ ഒളിവിലാണ്. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, തുടക്കം മുതലേ ഇതിലൊരു സാമ്പത്തിക ഇടപാടുണ്ട് എന്നുള്ളൊരു നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നിരുന്നു. ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് പിന്നിൽ ഹവാല പണമിടപാട് തന്നെയാണ് എന്നാണ്. തീർച്ചയായും രോഹിണി, ഈ കൊടുവള്ളിയിലെ യുവാവിനെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്ത ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ കൊട്ടേഷൻ സംഘം ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകലിലേക്ക് എത്തിയത് എന്നാണ്. ഈ യുവാവായിട്ടുള്ള അന്നൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോയി 5ാമത്തെ ദിവസമാണ് തിരിച്ച് പോലീസ് കണ്ടെത്തുന്നത്. നേരെ ഈ കൊട്ടേഷൻ സംഘം അന്നു റോഷനുമായി പോയത് മൈസൂരിലേക്കായിരുന്നു. അതിനുശേഷം ഇത് വലിയ വാർത്തയും പ്രതികളുടെ ഫോട്ടോ അടക്കമുള്ള ലുക്കൌട്ട് നോട്ടീസുകളും ഒക്കെ തന്നെ പതിക്കുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് പ്രതികൾ തിരിച്ച് അവിടെ നിന്ന് ഒരു ടാക്സി കാറിൽ അന്നൂസ് റോഷനെ തിരിച്ച് കോഴിക്കോടേക്ക് വിട്ടയക്കുന്നതും അതിനുശേഷം ഈ ടാക്സിയിൽ കൊടുവള്ളിയിൽ ഈ അന്നൂസ് റോഷനെ ഇറക്കി വിടുകയും ഒക്കെ തന്നെ ചെയ്തത്. അതിനുശേഷമാണ് കൊടുവള്ളി പോലീസ് അന്നൂസ് റോഷനിലേക്ക് എത്തുന്നതും. പിന്നീട് ഇന്നലെ വിശദമായി ചോദ്യം ചെയ്തതിൽ അന്നൂസ് റോഷൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കാറിൽ തനിക്ക് മറ്റു ഉപദ്രവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ തന്റെ ജ്യേഷ്ഠനുമായിട്ടുള്ള പണമിടപാടുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ തട്ടിക്കൊണ്ടുപോകലിലേക്ക് എത്തിയതെന്നാണ്. ഈ അന്നൂസ് റോഷന്റെ ജ്യേഷ്ഠൻ വിദേശത്ത് ഉണ്ടായിട്ടുള്ള പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ കൊട്ടേഷൻ തട്ടിക്കൊണ്ടുപോകലിലേക്ക് എത്തിയതെന്നാണ് അന്നൂസ് റോഷൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. മാത്രമല്ല ഈ തട്ടിക്കൊണ്ടുപോയ ദിവസവും അതിന് പിറ്റേ ദിവസവും ഒക്കെ തന്നെ താൻ കാറിലാണ് ചിലവഴിച്ചത്. മറ്റു ഉപദ്രവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴും അവർ തന്റെ ജ്യേഷ്ഠനുമായി നടത്തിയിരിക്കുന്ന പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കം ആ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്ന് മാത്രമാണ് അന്നൂസ് റോഷൻ ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ ഇത്തരത്തിൽ സാമ്പത്തികമായ തർക്കം, മറ്റൊന്ന് കൊടുവള്ളി കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ കുഴൽപ്പണം, ഈ സ്വർണ്ണക്കടത്ത് സംഭവങ്ങളൊക്കെ തന്നെ ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലുണ്ടോ എന്ന് ആദ്യം മുതൽ തന്നെ കൊടുവള്ളി പോലീസ് അന്വേഷിച്ചിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹവാല പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ തട്ടിക്കൊണ്ടുപോകലിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് കൊടുവള്ളി പോലീസ് നിഗമനത്തിലെത്തിയിരിക്കുന്നത്. ഈ കേസിൽ പ്രധാനമായിട്ടും 3 പേരാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഈ തട്ടിക്കൊണ്ടുപോകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ വീട്ടിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ഒരാളാണ് ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മാത്രമല്ല ഈ അന്നൂസ് റോഷനെ വന്നിരിക്കുന്ന ടാക്സി ഡ്രൈവറെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അന്നൂസ് റോഷൻ യുവാവ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ ടാക്സി ഡ്രൈവർക്ക് ഈ കൃത്യത്തിലോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകലിലോ മറ്റൊന്നും തന്നെ പങ്കില്ല. മൈസൂരിൽ നിന്ന് ഈ കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവർ ഏർപ്പാടാക്കിയ ഒരു ടാക്സി മാത്രമാണ്. ടാക്സി ഡ്രൈവർക്ക് മറ്റൊരു കാര്യവും അറിയില്ലെന്നാണ് അന്നൂസ് റോഷൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ പോലീസ് അത് മുഖവിലക്കെടുത്തിട്ടില്ല. ഇന്നും ഈ ടാക്സി ഡ്രൈവറെ ചോദ്യം ചെയ്യും. മാത്രമല്ല ഈ കേസിൽ മുഖ്യപ്രതികളായിട്ടുള്ളവർ ഇപ്പോഴും ഒളിവിലാണ്. അവർക്കായിട്ടുള്ള അന്വേഷണം കൊടുവള്ളി പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. രോഹിണി, ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.
ഫുട്ബോൾ ഇതിഹാസ താരം ലുക്ക മോഡ്രിച്ച് റയൽ മാഡ്രിഡ് വിടുന്നു. 13 വർഷത്തിൽ 590 മത്സരങ്ങളാണ് റയലിനായി മോഡ്രിച്ച് കളിച്ചത്. ചാമ്പ്യൻസ് ലീഗ്, ഫിഫ ക്ലബ്, ലോകകപ്പ് ഉൾപ്പെടെ പ്രധാന ട്രോഫികളെല്ലാം താരം സ്വന്തമാക്കിയിട്ടുണ്ട്. 6 യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം, 4 ലാ ലിഗ ചാമ്പ്യൻഷിപ്പ്, 2018 ബാലൻഡിയോർ പുരസ്കാരം തുടങ്ങിയവ മോഡ്രിച്ചിന്റെ പൊൻതൂവലാണ്. ക്ലബ് ലോകകപ്പിന് ശേഷമാകും മോഡ്രിച്ച് റയൽ ബൂട്ട് അഴിക്കുക. പുത്തൻപുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.